ഹായ് രജിത്ത്, സോജൻ തറയിൽ, അരുണ തുളസി. നമസ്കാരം എല്ലാവർക്കും. ഡോക്ടർ രജിത് കുമാറിൻ്റെ നമസ്കാരം, രജിത്തേട്ടൻ്റെ നമസ്കാരം, രജിത്തിൻ്റെ നമസ്കാരം, അരുണ തുളസി, തെരേസ തോമസ്, സ്നേഹ ഷിൻസ്. ഞാൻ ഇതിൽ നിന്ന് സിം ഊരാനായിട്ട് വിട്ടു. എന്ന് വെച്ചാൽ എൻ്റെ കോളിൻ്റെ സിമ്മ് ഊരിയില്ലെങ്കിൽ ഇപ്പം കോൾ കണ്ടിന്യൂസ് വരും. ഒരു മണിക്കൂറിൽ 100 കണക്കിന് കോളാണ്. അപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോഴത്തേക്ക് അത് ബ്ലോക്കായി, ഈ കോൾ വന്നിട്ട് അത് മിസ്സായിപ്പോവും. ആ ഡ്രസ്സിന് ഗെറ്റപ്പിന് കൺഗ്രാജുലേഷൻ അല്ലേ? താങ്ക് യു. ഇത് ഞാൻ ഇടുന്നതല്ല, എന്നെ ചിലർ റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്നതാണ്. കൂടുതൽ സ്റ്റൈലിഷ് ആവാൻ എനിക്ക് വലിയ താല്പര്യം പലപ്പോഴും ഉണ്ടാവാറില്ല. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഞാനങ്ങ് മടിച്ചു പോവും. പലപ്പോഴും കൂടിയൊക്കെ നോക്കാം. അങ്ങനെ ഒന്ന് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു. ഷനാസ്, ജിത്തു വർക്കീസ്, അനന്തൻ, നസീർ നസി, ഗീതു, ഹരികുമാർ, ത്രേസ, ലവ് യു മോളെ, ലവ് യു. ദെൻ ഷഹന, മുഹമ്മദ് റാസി, താങ്ക് യു. ശോഭ, ഹലോ. അമൽദേവ്, അരണ്യ മുരുകൻ സാർ, ലവ് യു സോ മച്ച്, ലവ് യു. അപ്പോൾ നമുക്ക് ഇന്നത്തെ സംഭവം തുടങ്ങാം. ആദ്യമേ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഇടയ്ക്കത് ഞാൻ ഓർമ്മിപ്പിക്കണേ ഞാൻ പറയാൻ പോകുന്നു. പ്രധാനമായിട്ട് ഇന്ന് ലൈവിൽ വന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ വന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, താങ്ക് യു, ഡ്രസ്സ് സൂപ്പറാണ്, താങ്ക് യു. ഇനി നമുക്ക് ഡ്രസ്സിനെ കുറിച്ച് അങ്ങ് വിടാം, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എൻ്റെ ഫേസ്ബുക്ക് പേജിന് അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള മെയിൻ പേജിന് അല്ലെങ്കിൽ പ്രൊഫൈലിനൊക്കെ കുറേ ഫേക്കുകളുണ്ട്. അപ്പോൾ ഈ ഫേക്ക് തിരിച്ചറിയണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ വന്നേ പറ്റുള്ളൂ എന്നുള്ളത് ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഇപ്പോൾ കുറേ നേരത്തെ ഒരു ഫേക്കൊക്കെ പെട്ടെന്ന് അത് റിപ്പോർട്ട് അടിച്ച് പോയിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ ചിലർ ഫേക്കുകളൊക്കെ ഇടും. അത് അവർ പക്ഷേ അവരുടെ തമാശയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ അത് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ എൻ്റെ പേരിലൂടെ അസ്വസ്ഥ ഉണ്ടായാൽ അത് എനിക്കൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കഴിവതും ഫേക്കുകൾ ഉണ്ടാക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെയും ഫേക്കുകൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ശീലമല്ല. അപ്പോൾ എൻ്റെ ഒറിജിനൽ ഫേസ്ബുക്ക് പേജ് അല്ലെ FB പേജ് എന്ന് പറയുന്നത് എന്നെ ഒത്തിരി സഹായിക്കുന്ന, നിങ്ങൾ ആദ്യമേ തന്നെ ഞാൻ പറയാം, പലപ്പോഴും ഞാൻ ബിഗ് ബോസിലും പറഞ്ഞിട്ടുണ്ട്, പുറത്ത് വന്നോന്ന് എനിക്കറിയില്ല. എന്നെ കഴിഞ്ഞ 3 വർഷം കൊണ്ട് എന്നെ സഹായിക്കുന്നത് ലോക മലയാളികളിൽ 1-ാം സ്ഥാനത്തിരിക്കുന്ന പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലി എന്ന് പറയുന്ന സാറാണ്. അദ്ദേഹം, ഞാൻ എൻട്രൻസ് ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ വർഷങ്ങളും ഒക്കെ എൻ്റെ അമ്മയ്ക്ക് റംസാന് ഗിഫ്റ്റ് കൊടുത്തു വിടും. പക്ഷേ അത് ഞങ്ങൾ ക്ലാസ് റൂമിൻ്റെ റെൻ്റാക്കിയാണ് ചിലവാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം എന്നെ കഴിഞ്ഞ 3 വർഷം കൊണ്ട് സഹായിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അനിയന്മാർ, സഹോദരങ്ങൾ, അങ്ങനെ ലു ഗ്രൂപ്പിനൊക്കെ എന്നെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത് ദുബായിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫംഗ്ഷനിൽ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ക്യാഷ് അവാർഡ് തരുന്ന ഒരു സംഭവം, ഒരു അവാർഡും ഒരു അംഗീകാരവും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ ഫേസ്ബുക്ക് പേജ്. ഇത് ഉറപ്പിച്ചിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം പോലും ചിലർ ഫേക്കുകളിൽ പോയിട്ട് ഫോളോ ചെയ്യുകയോ ഫേക്കുകളിൽ കണക്ട് ചെയ്ത് ചെന്നിട്ട് സാർ ഫേക്കാണോ ഒറിജിനലാണോ എന്ന് പറഞ്ഞ് രഞ്ജിത്ത് നാഥ്, ഗോവ. ഓക്കെ, ഗോവ, താങ്ക് യു ഗോവ, രഞ്ജിത്ത്. അപ്പോൾ ഫേസ്ബുക്ക് പേജ് ഒറിജിനൽ എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നതാണ് എൻ്റെ ഒറിജിനൽ. പിന്നെ പ്രൊഫൈൽ കഴിഞ്ഞ കേരള ഗവർണറും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ രവീന്ദ്രൻ സാറും ഒക്കെ ഉള്ള ആ ഗവർണർ പൊന്നാട ചാർത്തി ആദരിക്കുന്ന ഒരെണ്ണമാണ് പ്രൊഫൈൽ. അത് 2 എണ്ണമാണ് ഒറിജിനൽ. ബാക്കി ഏതൊക്കെ ഫോട്ടോയിൽ എന്തൊക്കെ കണ്ടാലും അത് ഫേക്കാണെന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫേക്കും ഒറിജിനൽ തമ്മിൽ തിരിച്ചറിയാനൊരു പറ്റുമെന്ന് ദൈവം കാണിച്ചു തന്നതുകൊണ്ടാണ്. അല്ല നമ്മൾ ആരെയും പോലീസിനെയോ അല്ലെങ്കിൽ സൈബർ സെല്ലിനെയോ അല്ലെങ്കിൽ മറ്റാരെയോ ഒന്നും നമ്മളത് കറക്റ്റ് ആക്കിയില്ല, അല്ലെങ്കിൽ ലേറ്റ് ആയിപ്പോയി, അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കാര്യം കഴിവതും നമ്മൾ തന്നെ കറക്റ്റ് ആക്കാൻ ശ്രമിക്കുക. പോലീസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പോലീസും SPCയും P വിജയൻ IPS സാറും അല്ലെങ്കിൽ KE ബൈജു സാർ വിജിലൻസ്, അങ്ങനെ എല്ലാം ഒരുപാട് പോലീസ് ഓഫീസേഴ്സായിട്ട് വളരെയധികം നല്ല ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് സൈബർ സെല്ലൊക്കെ എൻ്റെ കാര്യത്തിൽ എനിക്ക് നെഗറ്റീവ് ഉണ്ടാകുന്ന കാര്യത്തിലെല്ലാം അവർ വളരെ കെയർഫുള്ളാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ അവരോട് നന്ദി പറയുന്നു, എൻ്റെ പോലീസ് സഹോദരങ്ങളോട്. കാരണം ഞാൻ ഒരിക്കലും അന്യായം പ്രവർത്തിക്കില്ല, തെറ്റ് പ്രവർത്തിക്കില്ല. അപ്പോൾ എൻ്റെ കുട്ടികളോട് എനിക്ക് ആദ്യം പറയാനുള്ള ഒരു സന്ദേശം ഇത് തന്നെയാണ്. ജീവിതം വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഐ റിപ്പീറ്റ്, സക്സസ്ഫുൾ ലൈഫ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ജീവിതം വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏത് സമയം വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ, തകർച്ചകൾ ഉണ്ടായിപ്പോകാം.
അതിന് പ്രധാന കാരണങ്ങളിലെ ഒന്ന് നമ്മളുടെ അശ്രദ്ധയാണ്. അപ്പം അശ്രദ്ധ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കണം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട 3 ഗുണങ്ങളാണ് വിനയം, ശ്രദ്ധ, അനുസരണ. അപ്പം വിനയം, ശ്രദ്ധ, അനുസരണ. ശ്രദ്ധ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ ബൈക്ക് ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ കാർ ഓടിക്കുമ്പോഴും എല്ലാം നമുക്ക് എന്താ ഉണ്ടാകുക? അപകടങ്ങളാണ് ഉണ്ടാകുക, അല്ലേ? അപ്പം ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ഫസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് നേടാനുള്ള വഴി ഞാനിപ്പോൾ പറഞ്ഞു വരും. എല്ലാ വിദ്യാഭ്യാസത്തിലും ഫസ്റ്റ് നേടാൻ നമ്മുടെ പ്രോഗ്രാംസിലൊക്കെ ഇരുന്ന് സിവിൽ സർവീസ് കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ട്, MBBS, അതറിയാമല്ലോ. ഒത്തിരി മിടുക്കരായ കുട്ടികൾ കഴിവ് നഷ്ടപ്പെടുത്തിയിട്ട് കഴിവ് ഉയർത്തിക്കൊണ്ടുവന്ന ധാരാളം പേരുണ്ട്. ഫസ്റ്റ് ആവാൻ എളുപ്പമാണ് മക്കളെ, കുട്ടികളെ. ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് വിദ്യാർത്ഥികളെയാണ്. അത് അവരോടൊപ്പം മാതാപിതാക്കളുണ്ടെങ്കിൽ സന്തോഷം. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് 8, 9, 10, +1, +2 ഡിഗ്രി തലത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ വിദ്യാർത്ഥികളോടാണ്. ഫസ്റ്റ് ആവാൻ എളുപ്പമാണ്, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫസ്റ്റ് നിലനിർത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഫസ്റ്റ് എളുപ്പമാണ്, നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടും, ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടും. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന സെക്കൻഡുകാരൻ അല്ലെങ്കിൽ സെക്കൻഡുകാരി ഏത് സമയം വേണമെങ്കിലും നമ്മളെ കടത്തിവെട്ടി ഫസ്റ്റ് ആകാം. അപ്പോൾ പഠനത്തിൽ ഫസ്റ്റ് ആകുക എന്ന് പറയുന്ന ഒരു സ്പോർട്സ്മാൻ കോമ്പറ്റീഷൻ സ്പിരിറ്റോടുകൂടി ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. ആരെയും തകർത്തുകൊണ്ട് ചെയ്യാനുള്ളതല്ല, ആർക്കും കള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യാനുള്ളതല്ല, അന്യായത്തിലും അധർമ്മത്തിലും നമ്മൾ ഫസ്റ്റ് ആവാനുള്ളതല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട്, നിരന്തരം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട്, നമ്മൾ പഠിച്ചത് മറ്റുള്ള സുഹൃത്തുക്കൾക്കും കൂടെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, നമ്മൾ പഠിച്ച കാര്യം മറ്റുള്ള കൂടെയുള്ള സുഹൃത്തുക്കൾ, അത് ഗേൾ ഫ്രണ്ട് ആവട്ടെ ബോയ് ഫ്രണ്ട് ആവട്ടെ, അവർക്ക് കൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് കയറി വരുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മൾ പഠിച്ചത് ഉറയ്ക്കും. അപ്പം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പം നമ്മൾ പഠിക്കുകയും പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്ക് പഠിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഉറയ്ക്കും. അത് ആരിൽ ഉറയ്ക്കും? നമ്മളിൽ ഉറയ്ക്കും. ഇപ്പോൾ മാത്സ് പഠിച്ചു, ഫ്രണ്ടിന് അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഫിസിക്സ് പഠിച്ചു, നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുന്നു. കെമിസ്ട്രി പഠിച്ചു, നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുന്നു. നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുന്നതോടുകൂടി ഇത് ഉറയ്ക്കും. അപ്പോൾ ഇതാണ് മറ്റൊരു രഹസ്യം. അപ്പം ശ്രദ്ധ വേണം, നമ്മൾ ഫസ്റ്റ് ആവാൻ പരിശ്രമിക്കണം. ഫസ്റ്റ് ഇല്ലെങ്കിൽ ലൈഫ് തകർന്നു പോകത്തൊന്നുമില്ല. ഞാൻ പലതിലും ഫസ്റ്റൊന്നും ആയിരുന്നില്ല. പക്ഷേ നമ്മളുടെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാവണം. മെഡിസിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനിൽ ഫസ്റ്റ് റാങ്ക്, ആദ്യത്തെ 10 റാങ്ക്, ആദ്യത്തെ 100 റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ അതൊരു കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടി പോകുന്നതാണ്. IIT JEE കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ, അത് കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റി പോകുന്നതാണ്. IAS IPS സിവിൽ സർവീസ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റിയാണ്. ആയിരക്കണക്കിന് പേര് നമ്മുടെ മലയാളി കുട്ടികൾ എഴുതുമ്പോഴാണ് കേരളത്തിന് പലപ്പോഴും 2.5%, 3% ഒക്കെ സെലക്ഷൻ കിട്ടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും, 10 പേര്, 15 പേര്, 20 പേരൊക്കെയാണ്. എന്നാൽ വളരെ പട്ടിണി പാവങ്ങളായിട്ടുള്ള, ഇപ്പോൾ കൂടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, പക്ഷേ പട്ടിണി പാവങ്ങളുള്ള ഗുജറാത്ത്, അതുപോലെ തന്നെ ബീഹാർ, ഇങ്ങനെയുള്ള നോർത്ത് ഇന്ത്യയിലെ പല കർഷകരുടെ മക്കൾ, കഷ്ടപ്പെടുന്നവരുടെ മക്കൾ, അവിടെയൊക്കെ പലപ്പോഴും ഞാൻ അറിഞ്ഞിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത് 25%-ലധികം സിവിൽ സർവീസിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് കാരണം? കഠിനമായ പരിശ്രമം, ഹാർഡ് വർക്ക്, നിരന്തരമായ ഹാർഡ് വർക്ക്. ആ നിരന്തരമായ ഹാർഡ് വർക്ക് നമുക്കുണ്ടാകണം. അത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഫേസ്ബുക്കിൽ ലൈവ് വരുന്നതിൻ്റെ കാരണങ്ങൾ 2ആണ്. ഒന്ന്, എൻ്റെ ഫേസ്ബുക്കായ ഈ FB പേജ് ഒറിജിനലും ബാക്കി ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഫേക്കുകളുമാണെന്ന് പേജുകളെക്കുറിച്ച് അറിയാനാണ്. മറ്റൊരെണ്ണം പ്രൊഫൈലിൻ്റെ കാര്യം പറഞ്ഞു. ഇനി രണ്ടാമത് ഈ ഫേസ്ബുക്കിൽ വരാനുള്ള കാരണം, എന്നോട് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, സാറ് യൂട്യൂബിലേക്ക് ലൈവ് പോയാൽ മതി. അങ്ങനെ യൂട്യൂബിലേക്ക് ലൈവ് പോകുമ്പോൾ വാട്സാപ്പ് നമ്പർ ഇത് തന്നെയാണ്, എന്നെ വിളിക്കുന്ന നമ്പർ തന്നെയാണ് വാട്സാപ്പ് നമ്പർ. മോനെ, ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം.
എപ്പോഴും വിളിച്ചിട്ട് കിട്ടാത്ത വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. ഇന്ന് കറി വയ്ക്കണമായിരുന്നു, കടയിൽ പോകണം, പല മലക്കറി വാങ്ങിക്കണം, പല പണിയും വീട്ടിലുണ്ട്, പിന്നെ കുളിക്കണം, എൻ്റെ പേഴ്സണൽ കാര്യം. അപ്പോൾ മൊബൈലും പിടിച്ച് ഫുൾ ടൈം ഇരിക്കും. എന്നിട്ട് ഞാൻ മാക്സിമം നന്ദി പറയാൻ വേണ്ടി ഓൺ ചെയ്യുന്നുണ്ട്. വാട്സപ്പിലൊക്കെ ഇമോജിയും ഫ്ലവറൊക്കെ ഇട്ട് വിടുന്നുണ്ട്, ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാരണം നന്ദിയുള്ള ഒരു വ്യക്തിയാവണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. കാരണം ഖുർആൻ പറയുന്നു, ബൈബിൾ പറയുന്നു, മഹാഭാരതം പറയുന്നു, ശിവപുരാണം പറയുന്നു, നന്ദി ഇല്ലാത്തവരാണ് ജനങ്ങളിൽ കുറേ പേരെന്ന്. അപ്പം ഞാനത് പഠിച്ച സ്ഥിതിക്ക് ആ നന്ദി ഇല്ലായ്മ ഉണ്ടാകാൻ പാടില്ല, നന്ദി നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഈ ഫേസ്ബുക്കിൽ വന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിൽ പോകാതെ. ചിലർ പറഞ്ഞു യൂട്യൂബിൽ സാർ ലൈവ് വന്നു കഴിഞ്ഞാൽ ഇതത്രയും യൂട്യൂബിലേക്ക് കയറുകയും സാറിന് അത് നോക്കുന്നതിനനുസരിച്ച് സബ്സ്ക്രിപ്ഷൻ കൂടും. അപ്പോൾ അതിൽ ഇൻകം സാറിൽ വന്നാൽ ആ പൈസ കൂടെ സാറിന് പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റുമല്ലോ, ആർക്കും കുട്ടികൾക്ക് കൊടുക്കാമല്ലോ എന്ന്. ശരിയാണ്. പക്ഷെ അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കുന്നതിന് പകരം ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. ഈ ഫേസ്ബുക്കിൽ പേജിൽ ഞാൻ ലൈവിൽ വന്നാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് തന്നെ പറയുന്നു, നിങ്ങളിൽ സൈഡായി വരുമാനം വരുത്താനായിട്ടൊക്കെ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ ഈ ലൈവ് എന്ന് പറയുന്നത് യൂട്യൂബിലേക്ക് കട്ട് ചെയ്തിട്ടോ ഫുള്ളായിട്ടിട്ടോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇട്ട് നിങ്ങൾക്കതിൽ സമ്പത്ത് നേടാമെന്നുള്ളതേ ഉള്ളൂ. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കൊരു വിരോധവുമില്ല. എൻ്റെ ഈ ഫേസ്ബുക്ക് ലൈവ് എന്ന് പറയുന്നത് യൂട്യൂബേഴ്സിന്, ബ്ലോഗേഴ്സിന്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി സൈഡായി പണി ചെയ്യുന്ന പക്ഷെ അപേക്ഷ പഠിക്കുന്ന മിടുക്കരായ സാമ്പത്തികമില്ലാത്ത കുട്ടികൾ ആണ് അതിലുള്ളതെങ്കിൽ അവർക്ക് ഇത് അവരുടെ യൂട്യൂബിലിട്ടിട്ട് പൈസ ഉണ്ടാക്കാം, സമ്പത്ത് വർദ്ധിപ്പിക്കാം, സമ്പത്തുണ്ടാക്കാം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അതിന് ഞാൻ FBയിൽ തന്നെ വന്നാലാണ് അവർക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തോ അല്ലെങ്കിൽ ഒക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ എൻ്റെ യൂട്യൂബിൽ പോയാൽ അത് എൻ്റെ കൂടെ കിടക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ ശരീരം കൊണ്ട് പോലും നമുക്ക് മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കാം. പണം കൊണ്ട് എല്ലാവരെയും സഹായിക്കാൻ പറ്റത്തില്ല. പലർക്കും പണം ആവശ്യമുണ്ട്. വീട് വെച്ച് വരുമെന്ന് ചോദിക്കുന്നവരുണ്ട്, മറ്റ് പല പല കാര്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ പണം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പലർക്കും അറിയും. ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ബുദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹൃദയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതാണ്. ഒരുപാട് പണമുള്ള വീടുകളിൽ പോലും നല്ലൊരു ജീവിതമില്ല, നല്ലൊരു സ്നേഹം പലപ്പോഴും ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്ന് പാരൻസിനോ ഒക്കെ ഉണ്ടാവാറില്ല. അപ്പം നമുക്ക് ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഹൃദയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ബുദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നന്മകളും ഒരുപാട് പ്രവർത്തനങ്ങളുമുണ്ട്. അപ്പം ഈ ഫേസ്ബുക്കിലേക്ക് ഞാൻ ലൈവ് വന്നത് ഏതെങ്കിലും യൂട്യൂബ് ഇടുന്ന കുട്ടികൾക്ക് ഇത് വേണമെങ്കിൽ എടുത്ത് യൂട്യൂബുകളിലൊക്കെ ഇട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട്. ഞാൻ കഴിഞ്ഞ ദിവസം മൂപ്പൻ്റെ പറഞ്ഞു, അതുകൊണ്ട് RDX എന്ന് പറഞ്ഞ ഒരെണ്ണം ഞാൻ കണ്ടു. ഒരു അമ്മയും 2 ആൺമക്കളും. അവരെനിക്ക് പരിചയപ്പെടണമെന്നുണ്ട്, എനിക്ക് അവരുടെ നമ്പരൊന്നുമില്ല. ആ പയ്യനും ഇത് കേൾക്കുകയാണെങ്കിൽ RDXലെ എൻ്റെ അനിയന്മാരും അമ്മയും അനിയന്മാരും. ഞാൻ അമ്മമാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് അവരുടെ നമ്പർ ഇല്ല. ആരെങ്കിലും അവരുടെ നമ്പർ എത്തിച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് യൂട്യൂബിൽ ഇട്ടിട്ട് അവർക്ക് സമ്പത്തുണ്ടാക്കാം. ഇത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ തന്നെ ലൈവ് വന്ന്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ യൂട്യൂബിലേക്ക് ലൈവ് വരാൻ ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് പോകും. പിന്നെ ചില പാഠങ്ങൾ എടുക്കണമെന്നുണ്ട്. സ്കൂളിൻ്റെയും +1 +2ൻ്റെയൊക്കെ ബയോളജിയുടെ കുറേ ഡൗട്ടുകൾ ക്ലിയർ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വേദങ്ങളെക്കുറിച്ചൊക്കെ പറയണം എന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ സമ്മതിക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പം മെയിനായിട്ട് വന്നത് ഒരു പ്രധാന കാര്യത്തിന് വേണ്ടിയാണ്. ഫേസ്ബുക്കിൽ വന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു 2 എണ്ണം. പക്ഷെ ഇപ്പോൾ വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വാക്കുണ്ട്. അതിന് മുമ്പ് ഞാൻ കുറച്ചുപേരുടെ പേരെന്ന് പറയട്ടെ. സൈന ഹാരിസ്, യുവർ ഗ്രേറ്റ്, താങ്ക് യു. ബിനു സജു, ദെൻ രാധാകൃഷ്ണൻ, സാറിന് ആരോഗ്യം ഉണ്ടാവട്ടെ, താങ്കൾക്കും ഉണ്ടാവട്ടെ. ഭാമ, ദെൻ ആൻഡോ റെഡ്സ്, ലവ് യു, 80% മാർക്കുണ്ട്. ദെൻ സൽമാൻ ഖാൽ പൊന്നാനി, ദെൻ മുഹമ്മദ് ഷമീദ്, അമർ, അഹയ, സൗമ്യ. പേര് ഞാൻ വായിക്കുന്നത് തെറ്റെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. മിത്രൻ സത്യൻ, മിതാരി സത്യൻ, ക്രിസ്റ്റി ഗ്രേസ്, രജിൻ കീഴാറ്റിങ്ങൽ, ശ്രീകല നായർ, ഓക്കെ എല്ലാവരും. കവിത, സണ്ണി, ഗോഡ് ബ്ലസ് യു. മിഥുൻ, ജിദ്, നസീർ, മുകേഷ് മോഹനൻ, അനിത വർഗീസ്, അൽ അമീൻ, ദെൻ രജനി സാനു, ഹായ് രജനി സാനു, ലവ് യു. ദെൻ അസർ സലീം, താങ്ക് യു മോനെ. സ്മിത, ദെൻ ബിവിൻ ബാലചന്ദ്രൻ, യു ആർ ലിവിങ് ലെജൻഡ്, സോ പ്രൗഡ് ഓഫ് യു. ഞാനൊന്നും അല്ല കേട്ടോ, ഞാൻ ചെറിയ മനുഷ്യനാണ്. ഇല്ലായ്മയുടെ കഷ്ടപ്പാടിൽ നിന്ന്
കഠിനമായ പരിശ്രമത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെയും സമൂഹത്തിലെ ഒരുപാട് പേരുടെ സഹായത്തോടു കൂടിയും കയറി വന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് സീറോ ആണ്. ബിൻസി സജി, മറിയ ഫ്രാൻസിസ് താങ്ക് യു, അനന്തു അവി, കാഷി അപ്പൻ ഹായ് ലവ് യു, വിഷ്ണുപ്രിയ, ജസ്റ്റിൻ ജോസഫ്, വർഗീസ് ഗോഡ് ബ്ലസ് യു, അൽ അമീൻ ചേർ അരട, സരിത ജി നായർ. നമുക്ക് കുറച്ച് സമയം ഉള്ളൂ കേട്ടോ, കുറേ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്കുണ്ട്. പ്രിൻസി വാൾട്ടർ സർ, ഐ അപ്രീഷിയേറ്റ് വാട്ട് യു ആർ ഡൂയിങ്, കീപ് ഡൂയിങ്, താങ്ക് യു, സോ ലവ് യു സർ ഓർ സർ. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ട, ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് യുവതലമുറയ്ക്കാണ്. ഞാൻ പണ്ടേ 10-15 വർഷം കൊണ്ട് അത് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ പലരും എന്നെ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ ബിഗ് ബോസിനകത്ത് ഉള്ള 70 ദിവസത്തെ ജീവിതത്തിൽ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന പുതിയ തലമുറയിലെ LKG കുട്ടി മുതൽ 2 വയസ്സുള്ള LKG കുട്ടികൾ മുതൽ എന്താ പറയുക, MSc, MPhil, PhDയും B.Edും MBAയും ഒക്കെ പഠിക്കുന്ന പുതിയ കുട്ടികളും അവരുടെ പാരൻസും എല്ലാം അവരുടെ ഹൃദയത്തിൽ കൊണ്ട് സ്നേഹിക്കുന്നു എന്നുള്ളതിലാണ് ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാൻ സെലിബ്രിറ്റിയൊന്നുമല്ല, ഞാനൊരു സാധാ മനുഷ്യനാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ വർക്കുകളോ സിനിമാ വർക്കുകളോ എക്സ്ട്രാ വർക്കുകളോ സീരിയൽ വർക്കോ ചാനൽ വർക്കോ തീർച്ചയായിട്ടും എന്തൊക്കെ വർക്കുകൾ കിട്ടിയാലും നല്ല വർക്കാണ്, എന്നോടൊപ്പം ചേർന്ന് എൻ്റെ സമയം അനുസരിച്ച് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അതുമൊക്കെ പോകും. കാരണം വേറെ ഇനി ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, കുറേ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ കണക്ക് കുറേ ആൾക്കാരെ, കുറേ കുട്ടികളെ, പഠിക്കാൻ മിടുക്കരായ കുറേ കുട്ടികളെ, കുറേ അമ്മ അച്ഛന്മാരെ, വൃദ്ധസദനങ്ങളെയൊക്കെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനൊരു പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ ആദ്യ പരിപാടി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ ബേസ് ചെയ്തിട്ടുള്ള, അർഹരായ വിദ്യാർത്ഥികളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇതിനെ തുടർന്ന് വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഇൻറ്റിമേഷൻ, അതിൻ്റെ ഒരു അറിയിപ്പ് കേരളത്തിലെ DRK എന്നു പേരുള്ള എന്നെ സ്നേഹിക്കുന്ന കുട്ടികളുടെ കൂട്ടായ്മ, ആർമികളിലൂടെയും ഫാൻസുകളിലൂടെയും, എനിക്കങ്ങനെ ഫാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓർക്കുക, എൻ്റെ ഫാൻസ് എൻ്റെ സഹോദരങ്ങളാണ്, സഹോദരി സഹോദരന്മാരാണ്, എന്നെ സ്നേഹിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഫാൻസ് എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വാട്സാപ്പ് കോളാണ് വന്നത്. ഞാൻ ഇതിലാണെന്ന് അറിയാതെ ആരോ വാട്സാപ്പ് കയറി വിളിച്ചതായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വാട്സാപ്പ് കയറി വിളിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഈ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. അവരാഗ്രഹത്തോടെ വിളിക്കുന്നതാവാം, പക്ഷേ ഇപ്പം നിങ്ങളോട് എനിക്ക് സമ്മതിച്ചേ പറ്റും. അപ്പോൾ ഞാൻ പ്രധാനമായി പറയാമെന്ന ഒരു കാര്യത്തിലേക്ക് തന്നെ വരാം. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ കുട്ടികളെ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലൊന്ന് ഏറ്റു പറയണം, ഇല്ലെങ്കിൽ വാഗുണ്ടെങ്കിലും പറയണം. സമയം ജീവിതമാകുന്നു. എന്താണ്? സമയം ജീവിതമാകുന്നു. ടൈം എന്ന് പറയുന്ന ലൈഫാണ്. സമയം ജീവിതമാണ്. ഇന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയങ്ങൾ, ഇന്ന് സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ, ഇന്ന് സമയം വെറുതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം തന്നെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ ആൻഡോ, രവീന്ദ്രൻ, കാസിം, അഷ്കർ, മഞ്ജു, അൻസിൽ, ലവ് യു, കാർത്തിക് രാജ്, ഓർക്കുക, സമയം ജീവിതമാണ്. ഇന്ന് സമയം വേണ്ട രീതിയിൽ കൃത്യമായി വിനിയോഗിക്കാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായാലും സഹോദരി സഹോദരന്മാരാണെങ്കിലും ആരായാലും ശരി, അവർ യഥാർത്ഥത്തിൽ നഷ്ടത്തിലെത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തുക്കളിലൊരു വചനം പറയുന്നത്, സമയം ജീവിതമാകുന്നു. ഇന്ന് സമയം വെറുതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ അവരുടെ ജീവിതം തന്നെയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രധാനമായി പറയാൻ കാരണം, 8ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കുട്ടികളും യഥാർത്ഥത്തിൽ ഒരു തലത്തിൽ പറഞ്ഞാൽ ഭാഗ്യമുള്ളവരാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എൻട്രൻസ് എഴുതാൻ പോകുന്ന, നീറ്റ് എഴുതാൻ പോകുന്ന, IIT JEE എഴുതാൻ പോകുന്ന, കോമ്പറ്റീറ്റീവ് പരീക്ഷകളെല്ലാം എഴുതാൻ പോകുന്ന ധാരാളം കുട്ടികളും കൂടുതൽ ഭാഗ്യമുള്ളവരാണെന്ന് ഞാൻ പറയും. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് വീട്ടിലിരുന്ന് സ്വസ്ഥമായി പഠിക്കാൻ ഇതിലേറെ സമയം ഇനി ഈ ജന്മം ഇതുവരെയ്ക്കും ആർക്ക് കിട്ടിയിട്ടില്ല. ഇനി അങ്ങോട്ട് കിട്ടുകയുമില്ല എന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്നതുകൊണ്ട് പല പല ദുരിതങ്ങളാണ് നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതുമൊക്കെ. കാരണം പ്രകൃതിയെ നശിപ്പിക്കാൻ പാടുള്ളതല്ല. നമ്മൾ പ്ലാസ്റ്റിക് വെളിയിലിട്ട് കത്തിക്കുന്നു, അപ്പുറത്തെ പുരയിടത്തിട്ട് കത്തിക്കുന്നു, കൂട്ടിച്ചേർത്തിട്ട് കത്തിക്കുന്നു. അതുപോലെ നമ്മൾ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നു. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്നില്ല, പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നില്ല. നമ്മൾ അന്യർക്ക് ഒരു ദോഷവും ഉണ്ടാകത്ത. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നതെല്ലാം അപരനും സുഖമായി തന്നെ വരണം. എൻ്റെ സുഖത്തിന് ഞാൻ എന്തും ചെയ്യും. ദിസ് ഈസ് മൈ ബോഡി, എൻ്റെ ലൈഫ്, എൻ്റെ റൂൾസ്, എൻ്റെ ഡിസിഷൻ, എൻ്റെ തീരുമാനം,
എനിക്കിഷ്ടപ്പെട്ട പോലെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ എതിർക്കാനൊന്നും വരത്തില്ല. പക്ഷേ ഗുരുദേവൻ പറഞ്ഞൊരു വചനം ഞാൻ ഓർക്കുന്നു, അവനവൻ്റെ സുഖത്തിന് ആചരിക്കുന്ന പലതും അപരന്മാർക്കും കൂടെ സുഖത്തിന് വരണം, അവർക്ക് ദുഃഖം ഉണ്ടാവരുത്. അപ്പം എൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലെ പ്ലാസ്റ്റിക്കുകളെല്ലാം കൂടെ കൊണ്ടുവന്ന് അപ്പുറത്തെ മൂലയിലിട്ട് കത്തിച്ച് കളയുമ്പോൾ അപ്പുറത്തെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ ദുരിതം കിട്ടും, കൂടെ എനിക്കും കിട്ടും ഇതിൻ്റെ ദുരിതം. ഉറപ്പാണ്. അദൃശ്യനായ ആ പവർ, ആ ശക്തി പണി തരുമെന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയമൊന്നുമില്ല. പണി ഏതൊക്കെ രൂപത്തിൽ വരുമെന്നുള്ളത് തിരിച്ചറിവുള്ളവർക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്രാവശ്യം മെഡിക്കൽ എൻട്രൻസ് എഴുതാൻ പോകുന്ന, IIT എഴുതാൻ പോകുന്ന, കോമ്പറ്റീറ്റീവ് പരീക്ഷകൾ എഴുതാൻ പോകുന്ന, സിവിൽ സർവീസൊക്കെ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഇന്നലെ വരെ ആർക്കും കിട്ടാത്ത ഒരവസരമാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എത്രയോ ദിവസങ്ങൾ വീട്ടിലിരുന്ന് സ്വയം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള സമയം. അപ്പോൾ ചിലർ ചോദിക്കും, എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോകണ്ടേ, സ്കൂളിൽ പോകണ്ടേ, കോളേജിൽ പോകണ്ടേ? വേണം, പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ രാവിലെ ചുമന്ന് അവിടെ പോയി ഫുൾ ടൈം അവിടെ ഇരുന്ന് പഠിച്ചു, പിന്നെ അവിടെ നിന്ന് ചുമന്ന് വീട്ടിൽ വന്നു, അപ്പോൾ എനർജി ലോസായി, ക്ഷീണമായി. എന്നിട്ട് പിന്നെ കുറച്ച് നേരം പഠിക്കുന്നു, പിന്നെ നമ്മൾ കിടക്കുന്നു. എന്നാൽ ഇപ്പം നമ്മൾ വീട്ടിൽ പൂർവാധികം ശക്തിയോടുകൂടി, കൂടുതൽ എനർജറ്റിക്കോടെ, കൂടുതൽ ലക്ഷ്യബോധത്തോടുകൂടി, കൂടുതൽ ഹാർഡ് വർക്കോടുകൂടി നമുക്ക് വീട്ടിൽ ഇരുന്ന് പഠിപ്പിച്ചത് മുഴുവൻ പഠിച്ചു തീർക്കാനും അഡ്വാൻസായി പഠിക്കാനും നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ആ സമയം നമുക്ക് ഡൗട്ടുള്ളത് നമുക്ക് ഫോൺ ചെയ്ത് ആ സാറുമാരെ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സിനെ, അവരുടെയൊക്കെ നമ്പറുകൾ നമുക്കുണ്ടാവും. കോളേജിലെ സാറുമാരെ, മറ്റ് ട്യൂഷൻ സെൻ്ററിലെ സാറുമാരെ, അങ്ങനെയുള്ള സാറുമാരുമായി ഫോണിലൂടെ ചോദ്യങ്ങൾ ചോദിച്ച് ക്ലിയറാക്കി, ഫ്രണ്ട്സിനോട് ചോദിച്ച് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലിരുന്ന്. കാരണം വീട്ടിലിരുന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നത് പോലെ ഒരു സുഖം മറ്റൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ പറയാൻ കാരണം, എനിക്ക് MSCക്ക് റാങ്ക് കിട്ടിയ ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ ടവല് ഞങ്ങൾക്ക് ചെറിയ ടവലൂടെ ഉണ്ട്. എനിക്ക് MSCക്ക് റാങ്ക് കിട്ടിയ ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. അതിന് മുമ്പ് വേണമെങ്കിലും കിട്ടുമായിരുന്നു, പക്ഷേ ഈ മെത്തേഡ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നില്ല. എന്താണ് ഞാൻ അപ്ലൈ ചെയ്ത മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തന്നെ ഈ കസേര കിടക്കുന്ന എന്താണ് ഞാൻ ചെയ്ത മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത മെത്തേഡ്, നല്ല ചൂടാവട്ടെ, ഇവിടെ മഴ പെയ്തു, ഭയങ്കരമായിട്ട് മഴ പെയ്തു. ഇപ്പം മഴ പെയ്തപ്പോൾ ചൂടിളവി, അതാണ്. അപ്പം ഞാൻ ചെയ്ത മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, സിലബസ് എടുത്ത് എൻ്റെ മേശപ്പുറത്ത് വയ്ക്കും. ഹോസ്റ്റലിൽ എൻ്റെ റൂമിൽ മേശപ്പുറത്ത് സിലബസ് എടുത്ത് വയ്ക്കും. ഈ സിലബസിലുള്ള മുഴുവൻ ടോപ്പിക്സുകളും പുസ്തകത്തിലൂടെയാണെങ്കിലും ഫോട്ടോ കോപ്പി ആണെങ്കിലും എഴുതിയെടുത്തതായിട്ടും എല്ലാം റെഡിയാക്കി വയ്ക്കും. എന്നിട്ട് ഈ സിലബസിന് അനുസരിച്ച് ഞാൻ ഈ പാഠങ്ങളെല്ലാം കൃത്യമായി ടൈം ടേബിൾ സെറ്റ് ചെയ്യും. സിസ്റ്റമാറ്റിക് സ്റ്റഡി നമ്മളെ ഒരുപാട് ഗുണം ചെയ്യും. ഞാൻ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 7-8 മണിക്കൂറെങ്കിലും ഹോസ്റ്റലിൽ രാത്രി റൂമിൽ വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ കോളേജിൽ നിന്ന് 3 മണി 4 മണിക്ക് ഹോസ്റ്റലിൽ വന്നാൽ ഒരു 5 മണിക്ക് പഠിത്തം തുടങ്ങിയാൽ ഒരു 2 മണി 3 മണി വരെ. അപ്പോൾ 5 5 10 10 2 12 7 ദെൻ 1 മണി 2 മണി വരെ, ഒരു 8 മണിക്കൂർ. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ സമയമുണ്ട്. ഈ ടൈമിൽ നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഞങ്ങൾക്ക് 7-6 പേപ്പറാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇതിനെ 6 അവറുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നുകിൽ 1.5 മണിക്കൂറിൻ്റെ അവറുകൾ, അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ അവറുകൾ. ഇപ്പോഴത്തെ +2 കുട്ടിക്ക് അറിയാം 6 പേപ്പറുകളുണ്ട്. നിങ്ങൾ ഡെയിലി 6 മണിക്കൂർ വയ്ക്കണമെന്ന് ഞാൻ പറയില്ല. ഒരു 4 പേപ്പറെങ്കിലും ഡെയിലി എടുക്കാം. അടുത്ത ദിവസം മറ്റേ 2 അടുത്ത 2 കൂടെ ചേർക്കാം. അത് കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് എടുക്കാം. ദെൻ എത്രയാണോ നിങ്ങളുടെ പേപ്പറുകൾ, അത് ഇന്ന് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ നാളെ കൊണ്ട്, ഈ 2 ദിവസം കൊണ്ട് ഈ ടൈം ഡിവൈഡ് ചെയ്ത് സബ്ജക്റ്റ് എടുക്കുക. ഇപ്പോൾ 7 തൊട്ട് 8 വരെ ബയോളജി, 8 തൊട്ട് 9 വരെ ഫിസിക്സ്. അതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക്. അതൊരു കട്ടൻ ചായ കുടിക്കാനാണെങ്കിലോ, ഒന്ന് ഫ്രഷ് ആയി വരാൻ, അല്ലെങ്കിൽ ബ്രെയിനിനെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാൻ. ഒരുപാട് ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഓരോ ഗ്യാപ്പ് നമ്മൾ 1 മണിക്കൂർ ഓരോന്ന് എടുക്കുക.
പക്ഷെ ഇതെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? അതാ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്ന ഒരെണ്ണം. എന്താ? ആവർത്തിച്ച് നമ്മൾ മനസ്സിനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ എന്താണോ പഠിച്ചത് അവിടെ തങ്ങി നിൽക്കും. അപ്പോൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് റിവിഷൻ എന്ന് പറയുന്ന കാര്യമാണ്. ഇന്ന് മൂന്നാമത്തെ പാഠം പഠിക്കാൻ തുടങ്ങുന്ന കുട്ടി, എക്സാമ്പിൾ ഇന്ന് +1 ബയോളജിയിലെ മൂന്നാമത്തെ അല്ലെങ്കിൽ ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങുന്ന കുട്ടി ഇന്ന് ഈ മൂന്നാമത്തത് പഠിക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിലെ മെയിൻ പോയിന്റുകൾ ഓടിച്ച് റിവൈസ് ചെയ്തിരിക്കണം. 10ാം ക്ലാസ്സിലെ കുട്ടി 5ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണെങ്കിൽ 4, 3, 2, 1 എല്ലാം 10 മിനിറ്റ് കൊണ്ട് ഓടിച്ച് റിവൈസ് ചെയ്തിരിക്കണം. അതുപോലെ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, ദെൻ 12th, ദെൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി ആ പേപ്പർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, പക്ഷെ കഴിയാത്തതാണെങ്കിൽ അത് ചെയ്യണം. എന്നാൽ MBBSനാണെങ്കിലും ഞാൻ പറയും റിവിഷൻ നടത്തണം. കാരണം MBBS കഴിഞ്ഞ് അവർ MS-ൻ്റെയും MD-യുടെയും ഒക്കെ PG എൻട്രൻസ് എഴുതാനായിട്ട് പോകുമ്പോൾ മെഡിസിൻ്റെ പേപ്പറുകൾ ചോദിക്കുമ്പോൾ പലപ്പോഴും ആദ്യ പേപ്പറുകൾ പലതും ഓർമ്മയുണ്ടാവില്ല. അതാണ്. അപ്പോൾ നമുക്ക് വേണ്ട സംഗതി എന്ന് പറയുന്നത് റിവിഷനും കൂടെ നടത്തിപ്പോണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഡൗട്ട്, അയ്യോ മൂന്നാമത്തെ പാഠം പഠിക്കുമ്പോൾ എങ്ങനെയാണ് 1 മണിക്കൂർ കൊണ്ട് മൂന്നാമത്തെ പാഠം പഠിക്കാൻ കയറുമ്പം ആദ്യത്തെ 2 പാഠം അല്ലെങ്കിൽ 4 പാഠം എങ്ങനെ ഞാൻ റിവൈസ് ചെയ്യും? സിമ്പിളാണ്. ഇതാണ് സീക്രട്ട്. നമ്മൾ പാഠം പഠിച്ചു പോകുമ്പോൾ തന്നെ ഒരു ഔട്ട്ലൈൻ സ്റ്റോറി പോലെ ഒരു നീളമുള്ള പേപ്പറിൽ നമ്മൾ പോയിന്റുകൾ മാത്രം ഔട്ട്ലൈൻ സ്റ്റോറി പോലെ കുറിച്ചു പോകണം. ഒന്നാമത്തെ ചാപ്റ്ററിലെ ഔട്ട്ലൈൻ സ്റ്റോറി പോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഏതായിക്കോട്ടെ, മെഡിസിൻ ആണെങ്കിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെയുള്ള അനാറ്റമി ഏതൊക്കെ പേപ്പറാണ് അവയുടെ മെയിൻ പോയിന്റുകൾ മാത്രം ഒരു നോട്ട് ബുക്കിലോ ഒരു പേപ്പറിലോ കുറിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയാമോ? വാച്ചിങ് ഫ്രം ലണ്ടൻ സദൻ. സദാ ഐ ആം വാച്ചിങ് ഫ്രം ലണ്ടൻ, കൺഗ്രാജുലേഷൻ. അത്രയും ഹാർഡ് വർക്ക് എടുത്ത് കാണുന്ന കുട്ടിക്ക് അതിൻ്റെ ബലം ഉണ്ടായിരിക്കും മോനെ, എനിക്ക് യാതൊരു സംശയമില്ല. ലണ്ടനിൽ നിന്ന് ലൈവ് വാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം നമ്മളെ സ്നേഹിക്കുന്ന കുട്ടികൾ ലോകത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ ഉണ്ടെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഖത്തറിൽ നിന്ന് വാച്ച് ചെയ്യുന്നു, വളരെ സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഇതുപോലെ ലൈവ് വരണേ. ഉറപ്പ് ഞാൻ പറയുന്നില്ല, ശ്രമിക്കാം എന്നേ ഉള്ളൂ. ദെൻ ഇത് പറഞ്ഞത് ഔട്ട്ലൈൻ സ്റ്റോറി പോലെ മെയിൻ പോയിന്റുകൾ കുറിക്കണം. അപ്പോൾ ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. +1 കുട്ടി, ഒരു +1 കുട്ടി അല്ലെങ്കിൽ സിവിൽ സർവീസ് പഠിക്കുന്നു, അല്ലെങ്കിൽ MBBS ഫസ്റ്റ് ഇയർ പഠിക്കുന്നു, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഏത് ക്ലാസ്സിലും ആവട്ടെ, ആ കുട്ടി ഒന്നാമത്തെ പാഠം പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മെയിൻ പോയിന്റുകൾ കുറിച്ച് വെച്ചാൽ 10 പേജുള്ള ഒരു ചാപ്റ്റർ ആണെങ്കിൽ ഒരു ഷീറ്റ് പേപ്പറിനകത്ത് മെയിൻ പോയിന്റ് ഔട്ട്ലൈൻ സ്റ്റോറി പോലെ ആക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ റിവിഷൻ നടത്തുമ്പോൾ ഒന്നാമത്തെ പാഠം പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പിന്നെ ഉള്ളത് ഔട്ട്ലൈൻ സ്റ്റോറി പോലെയുള്ള മെയിൻ പോയിന്റാണ്. നാളെ ഞാൻ രണ്ടാമത്തെ പാഠം എടുക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യും? കോളുകളാണ്. രണ്ടാമത്തെ പാഠം തുറന്ന് പഠിക്കുന്നതിന് മുമ്പ് മിന്നൽ പോലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ഔട്ട്ലൈൻ സ്റ്റോറി പോലെയുള്ള മെയിൻ പോയിന്റ് ഞാൻ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ടബേന്ന് പറഞ്ഞ് അതൊന്ന് റിവൈസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ അതിലേതെങ്കിലും വാക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം അതൊന്ന് റെഫർ ചെയ്യുന്നു. അപ്പോൾ അത് ക്ലിയറായി. എന്നിട്ട് അത് കഴിയുന്നു, രണ്ടാമത്തെ പാഠം പഠിക്കാൻ തുടങ്ങുന്നു. രണ്ടാമത്തെ പാഠം പഠിക്കുന്നതിനോടൊപ്പം രണ്ടാമത്തേൻ്റെ ഔട്ട്ലൈൻ സ്റ്റോറി പോലെ മെയിൻ പോയിന്റ് എഴുതി വെച്ചാൽ എൻ്റെ കയ്യിൽ രണ്ടാമത്തെ ഷീറ്റ് പേപ്പറിൽ രണ്ടാമത്തെ ചാപ്റ്റർ 10 പേജുള്ള 15 പേജുള്ള ചാപ്റ്ററിൻ്റെ മെയിൻ പോയിന്റുകൾ രണ്ടാമത്തെ ഷീറ്റ് പേപ്പറിൽ ഉണ്ടായിരിക്കും. ദെൻ മൂന്നാമത്തെ പാഠം ഞാൻ മറ്റന്നാൾ തുടങ്ങുമ്പോൾ ആ മൂന്നാമത്തെ പാഠം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് 10 മിനിറ്റ്സ് മതി ഒന്നാമത്തത്. കാരണം ഒന്നാമത്തെ ഞാൻ ഓൾറെഡി 2 വട്ടം ആയിരിക്കുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ മൂന്നാമത്തെ പ്രാവശ്യം മിന്നൽ പോലെ എനിക്കിതെല്ലാം അറിയാമെന്ന് കറങ്ങി വരികയും രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ സ്പീഡിൽ വരും. അതിലേതെങ്കിലും അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ വാച്ചിങ് ഫ്രം ഉഗാണ്ട, ഇത് സത്യമാണോ ഉഗാണ്ടയെന്നൊക്കെ വാച്ച് ചെയ്യുന്നു എന്ന് പറയുന്നത്? ഓക്കെ, എന്തായാലും സന്തോഷം. ഉഗാണ്ടയിൽ നിന്ന് വാച്ച് ചെയ്യുമോ, ഞാൻ ലണ്ടനിൽ നിന്ന് വാച്ച് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആരോ ചിലപ്പം ഇട്ടതായിരിക്കും. ഉഗാണ്ടയിൽ നിന്ന് വാച്ച് ചെയ്യുന്നെങ്കിൽ സന്തോഷം, ഇല്ല എങ്കിൽ എനിക്കിട്ട് താങ്ങിയതായിരിക്കും. സാരമില്ല. കാരണം എന്നെ അറിയാമെന്നുള്ളവർക്കറിയാം, എൻ്റെ കൂടെ അദൃശ്യനായ ഒരാളും കൂടെ നിൽപ്പുണ്ട്. ഞാനിത് പഠിപ്പിക്കുമ്പോഴും ഇത് പറയുമ്പോഴും എൻ്റെ കൂടെ അദൃശ്യനായ ദൈവിക ശക്തി എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടാവ് കൂടെയുണ്ട് കേട്ടോ. അതുകൊണ്ട് കൃത്യമായി ചില കാര്യങ്ങൾ മനസ്സിലാകും,
ചിലപ്പോൾ ശരിയാവാം, മിക്കവാറും എൻ്റെ ഇൻഡ്യൂഷൻസ് ശരിയാവാറുണ്ട്. നന്നായി. കാരണം ഉഗാണ്ടയിൽ നിന്ന് വരെ എന്നെ ആരും വിളിച്ചില്ല. ബാക്കി ഒരു 100-120 രാജ്യങ്ങൾ അല്ലെങ്കിൽ കുറേ ധാരാളം രാജ്യങ്ങൾ വിളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും സർ, ഐ ആം വാച്ചിങ് ഫ്രം ബ്രസീൽ. റിഷാഡ് കൊണ്ടോട്ടി എന്ന് വാച്ച് ചെയ്യുന്നവൻ ബ്രസീലിലാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് മോനെ. പക്ഷെ നീ ഒരു സത്യവിശ്വാസിയാണെങ്കിൽ റഷീദ് എന്ന് പേര് കിട്ടിയപ്പോൾ സത്യവിശ്വാസി ഒരിക്കലും കള്ളം പറയാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. തമാശയാണെങ്കിൽ പോട്ടെ, നോ പ്രോബ്ലം. കാരണം കൂടെ പറയാൻ അദൃശ്യനായ ശക്തി എൻ്റെ കൂടെ നിൽപ്പുള്ളതുകൊണ്ട് എനിക്കൊരു മടിയില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അത് പറയാൻ. ഓക്കെ സർ, പ്ലീസ് ഒരു ഹായ് പറയൂ. ഓക്കെ ഹായ് മോനെ. ഹായൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പഠിക്കുന്ന മെത്തേഡ് പറയാനുള്ള വഴി വിട്ടുപോകും. അപ്പോൾ നമുക്ക് സ്ഥലമൊന്നും ഇനി ഞാൻ പറയുന്നില്ല. കാരണം ചിലർക്കിങ്ങനെ തമാശ ഇടാനായി തോന്നും. കാരണം ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനുള്ളൊരു അവസരത്തിന് വേണ്ടിയുള്ളൊരു ഷോയാണ്, അല്ലെങ്കിൽ ഒരു ലൈവാണ്. തമാശ പറഞ്ഞ് കളിക്കാനോ ഹായ് പറഞ്ഞ് കളിക്കാനോ വേണ്ടിയുള്ള അല്ല എന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക. കാരണം ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് ദിവസമേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും മെയ് ലാസ്റ്റിൽ എൻട്രൻസ് നീറ്റ് വരുന്നു എന്ന്. അപ്പോൾ നീറ്റുകൾ കറക്റ്റായിട്ട് വരും, നീറ്റായിട്ട് വരും. IIT JEE ഒക്കെ നീറ്റായിട്ട് വരും. സിവിൽ സർവീസ് പരീക്ഷകൾ ഇനിയിപ്പോൾ നീറ്റായിട്ട് വരും. ഇപ്പോൾ അസുഖമൊക്കെ മാറും. അസുഖമൊക്കെ ഇപ്പോൾ വരും ദിവസങ്ങളിൽ അസുഖമൊക്കെ മാറി എല്ലാം ഒക്കെ ആകുമ്പോൾ പരീക്ഷയുടെ ഒരു ഘോഷയാത്ര വരും. അപ്പോൾ സമയങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരുപാട് പേർക്ക് പിന്നെ കുറ്റബോധം ഉണ്ടാവും. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഒരു വിദ്യയാണ് ഇന്നത്തെ ഈ ഷോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത് 3ാമത്തെ ചാപ്റ്ററിൻ്റെ കീ പോയിന്റുകൾ, മെയിൻ പോയിന്റുകൾ ഈ സമയം എഴുതി വയ്ക്കാം. ഇന്ന് ഫുൾ ടൈം നിങ്ങൾ വീട്ടിലാണ്. ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ് 2 മാസം നമുക്ക് അല്ലെങ്കിൽ 1-1.5 മാസം നമുക്ക് കിട്ടുമ്പോൾ ഫുൾ ടൈം നമുക്ക് സമയമുണ്ട്. പകലിരുന്ന് എഴുതി വയ്ക്കാൻ, രാത്രി റിവിഷൻ നടത്താൻ, അടുത്ത ചാപ്റ്റർ എടുക്കാം. അങ്ങനെ നമ്മൾ ഒരു 10 ചാപ്റ്റർ തീർത്തു എന്നിരിക്കട്ടെ. 10 ചാപ്റ്റർ തീർത്തു. ഇവിടെയാണ് ഞാൻ അടുത്ത ചെയ്യുന്നത്. അപ്പോൾ റെഗുലർ വർക്കിംഗ് ഡേ ആണെന്നിരിക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ ഒരു സൺഡേ വരും, ഏതെങ്കിലും ഒരു പബ്ലിക് ഹോളിഡേ വരും. എൻ്റെ പരിപാടി എന്ന് പറയുന്നത് വീണ്ടും ഒന്നേന്ന് ഫുൾ റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. ഈ മെയിൻ പോയിന്റുകൾ വെച്ചുകൊണ്ട് ഫുൾ റിവിഷൻ നടത്തുക ഈസി ആയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ക്ലിയർ ആവാതെ കിടക്കുന്ന ഏരിയകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതെല്ലാം ചെയ്യുമ്പോൾ എൻ്റെ ടെക്സ്റ്റ് ബുക്കുകളിൽ പലതിലും ഞാൻ ചാപ്റ്ററുകളിൽ പല ടിക്കുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇത്രയും റൗണ്ടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന്. ഞാനിത് പറയാൻ കാരണം ഞാൻ പന്തള NSSലാണ് MSc പഠിച്ചത്. പ്രീ ഡിഗ്രി MG കോളേജിലാണ്, ട്രിവാൻഡ്രം MG കോളേജിലാണ്. BSc മാർവേനിസ് കോളേജിലാണ്. മാർവേനിസ് കോളേജിൽ കഴിച്ചപ്പോഴാണ് എനിക്കൊരു മിടുക്കനാകണം എന്നൊരാഗ്രഹം തന്നെ എനിക്ക് തോന്നിയത്. കാരണം കൂടുതൽ പഠിക്കാൻ മിടുക്കരായ ഒരുപാട് കുട്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ അവിടെ മെരിറ്റ് കൂടുതലായതുകൊണ്ട് അന്ന് കൂടുതൽ മിടുക്ക കുട്ടികൾ. അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാവും. നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എപ്പോഴും നല്ലതാണ്. ചീപ്പായ കോമ്പറ്റീഷൻ നല്ലതല്ല. കൂടെയുള്ള കുട്ടികളെ നശിപ്പിച്ചുകൊണ്ടോ അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടോ അവരെ പറ്റിച്ചുകൊണ്ടോ നമ്മൾ ഫസ്റ്റ് ആവുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിൻ്റെ നെഗറ്റീവ് റിസൾട്ട് വരും. കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്. ദെൻ MSc പന്തള NSSലാണ് ഞാൻ പഠിച്ചത്. MPhil കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു. ദെൻ B.Ed വർക്കല SN ട്രെയിനിങ് കോളേജ് ശ്രീനാരായണ കോളേജിലായിരുന്നു. BLIC ഗാന്ധി യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ പലതും. ഡോക്ടറേറ്റ് കേരള യൂണിവേഴ്സിറ്റി CTCRIയിലായിരുന്നു. അങ്ങനെ PG ഡിപ്ലോമ വേദാന്ത പഠിക്കാനായിട്ട് ചിന്മയ മിഷനിലാണ് പോയത്. അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഠിക്കാൻ മിടുക്കരായ കുട്ടികളാണ് നമ്മളോടൊപ്പം ഫ്രണ്ട്ഷിപ്പിലുള്ളതെങ്കിൽ സ്വാഭാവികം നമ്മളിത്തിരി ഉഴപ്പനാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാനുള്ള സ്പിരിറ്റ് കൂടിപ്പോകും. അതുകൊണ്ട് എപ്പോഴും കൂട്ടുകൂടാൻ ശ്രമിക്കുമ്പോൾ നല്ല മനസ്സുള്ള കുട്ടികളോട് കൂട്ടുകൂടുക. കൂടുതൽ പഠിക്കണം, കൂടുതൽ ഉയരണം, നല്ല നിലയിൽ എത്തണം, നന്മ ഉണർത്തണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ. അതിപ്പോൾ DRK ആർമിയിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ തുടങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ തുടങ്ങിയിരിക്കുന്ന DRK ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷൻ, അല്ലെങ്കിൽ അതിൽ കുട്ടികളോ ചെറുപ്പക്കാരോ അല്ല, അതിനകത്ത് എൻ്റെ കണക്കനുസരിച്ച് LKG UKG കുട്ടി തൊട്ട് 90 വയസ്സുള്ള അപ്പൂപ്പനും അമ്മുമ്മയും സഹിതമുള്ള മലയാളി സഹോദരങ്ങളിൽ ഒരു 80% പേരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം പങ്കെടുക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു നന്മ നിറഞ്ഞ കൂട്ടായ്മയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നന്മ നിറഞ്ഞു കിടക്കുകയാണ് എല്ലാവരിലും. ഇപ്പോൾ ഒരുപാട് പേര്, ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഒരുപാട് സഹായങ്ങളിലേക്ക് ഇറങ്ങിയത്, ഇപ്പോൾ വീണ്ടും നന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാ മേഖലയിലും. അപ്പോൾ പഠിക്കാവുന്ന പിള്ളേർ വീട്ടിലില്ല, സാറിനെ കാണാൻ. ഓക്കെ, നല്ല കാര്യം. നല്ല മനസ്സ് എങ്ങനെ അറിയും? നല്ല മനസ്സറിയുക എന്ന് പറയുന്നത് അവരുടെ പ്രവൃത്തികളിലൂടെയാണ്. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ നല്ല മനസ്സറിഞ്ഞത്? ആ 70 ദിവസത്തെ ആ പ്രവർത്തനങ്ങൾ. ഇപ്പം നമ്മൾ 17 പേരുണ്ടായിരുന്ന ബിഗ് ബോസിനകത്ത് 17 പേരും യഥാർത്ഥത്തിൽ നല്ല വ്യക്തികളാണ്. 17 പേരും ജനിച്ചത് നല്ല മനസ്സോടെയാണ്, വളർന്നത് നല്ല മനസ്സോടെയാണ്. പക്ഷെ ജീവിത സാഹചര്യങ്ങൾ പല വ്യക്തികളെ പല അനുഭവത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തിച്ചേർത്തു.
പല പല അനുഭവം. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഒരുപാട് അനുഭവങ്ങൾ കടന്നുപോയി. ഒരുപാട് എൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതി അല്ലെങ്കിൽ എന്നെക്കുറിച്ച് റിസർച്ച് ചെയ്താൽ തന്നെ 2 ഡോക്ടറേറ്റിനുള്ള സാധനം കിട്ടും. അത്രത്തോളം അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളിൽ 18 വർഷങ്ങൾക്ക് മുമ്പുള്ള രജിത്ത് വേറൊരു രജിത്ത്, 18 വർഷം കൊണ്ടുള്ള രജിത്ത് പുതിയൊരു രജിത്ത്. ഇപ്പം ഇനി ബിഗ് ബോസ് ഷോ കഴിഞ്ഞതിന് ശേഷം എന്നോട് പലരും പറഞ്ഞു ഇനി ബിഗ് ബോസിന് ശേഷമുള്ള രജിത്ത് എന്നാണ്. കാരണം മറ്റൊരു ജീവിതത്തിൻ്റെ തലമാണ് വന്നു കയറുന്നത്. അതിനെനിക്ക് ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിനോടും ലാലേട്ടനോടും ഒക്കെ തീരാത്ത കടപ്പാടുണ്ട്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തന്നതുകൊണ്ടാണ് ആരും അറിയപ്പെടാതിരുന്ന എന്നെ 80% 90% വരുന്ന ലോക മലയാളി സഹോദരങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചു. അപ്പോൾ ഞാനിത് പറഞ്ഞത് നമുക്ക് നന്മ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ വ്യക്തികളുടെ സഹകരണത്തിലൂടെ അറിയാം. വ്യക്തികൾ സഹകരിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം. കാരണം നന്മയുള്ള വ്യക്തികൾ മറ്റൊരാളിന് ദോഷം ഉണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യാൻ അത്രത്തോളം താല്പര്യപ്പെടില്ല. അത് വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും അവർ അന്യായം പ്രവർത്തിക്കാൻ തയ്യാറാകില്ല. കൂടാതെ അവർക്കൊരു നീതിബോധമുണ്ടാകും. അതെങ്ങനെ കിട്ടും ഈ നീതിബോധവും കിട്ടുന്നത് ജ്ഞാനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ അരമണിക്കൂർ സമയം കുറച്ച് സമയം മഹാഭാരതമോ രാമായണമോ ഭഗവത്ഗീത ബൈബിളോ ഖുറാനോ ഏതാണോ ഉയർന്ന മൂല്യമുള്ള വേദഗ്രന്ഥങ്ങളും ബുക്കുകളും കൂടെ അരമണിക്കൂർ വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ഉയർന്ന ലെവലിലുള്ള കാര്യങ്ങളുടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അന്യായം ചെയ്യാനും അധർമ്മം പ്രവർത്തിക്കാനും ഒന്നും നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ ഉള്ളിൽ നമുക്ക് കഴിയില്ല. നമുക്ക് സ്വയം തന്നെ തോന്നും ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ബിഗ് ബോസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കോയിൻ്റെ കോമ്പറ്റീഷൻ വന്നു, കോയിൻ കളക്ട് ചെയ്യുന്ന കോമ്പറ്റീഷൻ വന്നു, കോയിൻ പറക്കുന്ന കോമ്പറ്റീഷൻ വന്നപ്പോൾ കാർത്തിക് വന്നു അല്ലേ. കാർത്തിക് എൻ്റെ ചേട്ടൻ്റെ മകനാണ്, എൻ്റെ മകൻ തന്നെയാണ്, മകന് തുല്യനാണ് കാർത്തിക്. അപ്പോൾ തീർച്ചയായിട്ടും ആ കോയിൻ പറക്കിയപ്പോൾ ഞാൻ ഒരെണ്ണം പറഞ്ഞിരുന്നു, നിങ്ങളാരും എന്നെ സംശയിക്കേണ്ട, ഞാൻ മോഷ്ടിക്കില്ല എന്ന്. ഒരുപക്ഷെ 18 വർഷം മുമ്പ് അല്ലെങ്കിൽ ഈ വേദജ്ഞാനം എന്ന ഡിവൈൻ നോളജൊന്നും ഇല്ലാത്ത വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ ചിലപ്പോൾ ഞാനും ആരുടെയെങ്കിലും കോയിൻ മോഷ്ടിച്ചു പോയേനെ. പക്ഷെ ഞാനത് മോഷ്ടിക്കാൻ തയ്യാറായില്ല, മോഷ്ടിക്കില്ല. ഞാൻ അന്യായമായി പ്രവർത്തിക്കില്ല, ആരുടെയും പരദൂഷണം പറയില്ല, ആർക്കെതിരെയും മോശം പറയില്ല. ഒരാളിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം, അതൊക്കെ ഉണ്ടാകാം. അത് അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അത് എടുക്കത്തില്ല, അതൊക്കെ വേറെ ഭാഗം. പക്ഷേ അന്യായവും അധർമ്മവും ഞാൻ 18 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നില്ല, ഇനി ഒരിക്കലും പ്രവർത്തിക്കത്തുമില്ല. കാരണം എനിക്ക് വേദം എന്ന ഡിവൈൻ നോളജ്, ജ്ഞാനം, ഇത് ഗീതയും ബൈബിളും ഖുറാനും മഹാഭാരതവും ഒക്കെ ഒരു തുള്ളി അറിയാമെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം, ഞാൻ നിർബന്ധിക്കത്തൊന്നുമില്ല. പക്ഷേ അത് അല്പം പഠിച്ചാൽ ഗുണം ചെയ്യും. അപ്പം നമുക്ക് അമ്മയുടെ വില എന്താണെന്ന് അറിയാൻ പറ്റും, കുന്തി മാതാവിൻ്റെ വില എന്താണെന്ന് അറിയാൻ പറ്റും, മാതാവിൻ്റെ വില എന്താണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാതാപിതാക്കളുടെ വില, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ നമുക്ക് വന്ന പ്രവാചകന്മാരുടെ നന്മ എന്തായിരുന്നു, ഇതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് എന്താണെന്നൊക്കെ മനസ്സിലാക്കും. ഇതുമെല്ലാം ഒരു തുള്ളി കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെല്ലാം നന്മയുള്ളവരാണെങ്കിൽ നമ്മളെ ഒരിക്കലും അവർ ചതിക്കത്തില്ല എന്നുള്ളത് മറ്റൊരു. ഇല്ലെങ്കിൽ ചതി ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഈ പറഞ്ഞ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഔട്ട്ലൈൻ സ്റ്റോറി പോലെ 5 മണിക്ക് നിർത്തും കറക്റ്റ്. ഇപ്പം 4:45 4 മുതൽ 5 മണി വരെ 1 മണിക്കൂറാണ് നിങ്ങളോട് സംവദിക്കാനും ഇതൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഈ ഔട്ട്ലൈൻ സ്റ്റോറി പോലെ മെയിൻ പോയിന്റുകൾ എഴുതി വയ്ക്കുക, ഡെയിലി അത് റിവിഷൻ നടത്തുക. അങ്ങനെ റിവിഷൻ നടത്തിയാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇന്ന് മുതൽ പഠിത്തം തുടങ്ങിയാൽ പോലും നിങ്ങൾക്ക് 25 ദിവസം കൊണ്ട് ഇതുവരെ പഠിപ്പിച്ച പലതും പകുതി മുക്കാലും പഠിച്ചു തീർക്കാൻ പറ്റും. ഇന്ന് മുതൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ, ഇന്ന് മുതൽ നിങ്ങൾക്ക് വീട്ടിൽ 15 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇന്ന് മുതൽ നിങ്ങൾക്ക് ലോക്ക്ഡൗൺ കാലസമയം 15 മണിക്കൂർ വർക്ക് ചെയ്യാൻ, പഠനത്തിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ 10 ദിവസം കൊണ്ട് 150 മണിക്കൂറാവും, 30 ദിവസം കൊണ്ട് 450 മണിക്കൂറാവും. ഈ 450 മണിക്കൂറിനെ 50, 60, 70 മണിക്കൂറുകളാക്കി ഓരോ സബ്ജക്റ്റിനും ഡിവൈഡ് ചെയ്താൽ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം. നിങ്ങൾക്ക് ഇന്നലെ വരെ കിട്ടാത്ത റാങ്ക് ഇന്ന് മുതൽ തുടങ്ങിയാൽ ഉറപ്പായി കിട്ടിയിരിക്കും. മറക്കരുത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ റിവൈസ് ചെയ്ത് പോയിന്റ് കൂടെ കൊണ്ടുപോകണം. ഇവിടെയാണ് MBBSൻ്റെ PG എൻട്രൻസ്, MD, MS ഒക്കെ എൻട്രൻസ് എഴുതാൻ പോകുമ്പം പല കുട്ടികളും കഴിഞ്ഞ 5 വർഷത്തതൊക്കെ മറിക്കാനും നോക്കാനും ഒക്കെ ഓട്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെയുള്ള കീ പോയിന്റുകളും മെയിൻ പോയിന്റുകളും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ആ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് 1 മാസം സമയമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കീ പോയിന്റുകളും മെയിൻ പോയിന്റുകളും മാത്രം മതി അത് റിവൈസ് ചെയ്തെടുക്കാനും. പിന്നെ അതിൽ ഡൗട്ടുള്ള
സംഗതികൾ മാത്രം കൂടുതൽ എലാബറേറ്റ് ആയിട്ട് നമുക്ക് പോയാൽ മതി. ഇത് തന്നെയാണ് സിവിൽ സർവീസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. IAS IPS എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എന്ത് വേണം, അത് കുറച്ച് കൂടുതൽ വർഷത്തെ പ്ലാൻ ചെയ്യാനുണ്ട്. അത് ഞാൻ മറ്റൊരു അവസരത്തിൽ പറയാം. ഞാൻ സിവിൽ സർവീസിൻ്റെ ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ സിവിൽ സർവീസിന് കിട്ടുന്ന കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് PSC കിട്ടുന്ന അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ മെയിനായിട്ട് വന്നത്. ഞാൻ മെയിനായിട്ട് വന്നത് ഹൈസ്കൂൾ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇനിയും ചില പരീക്ഷകൾ ബാക്കിയുണ്ട്. +1, +2 ചില പരീക്ഷകൾ ഇനിയും ബാക്കിയുണ്ട്. ആ കുട്ടികൾ ഇനി പഠിച്ചാലും അതിനെല്ലാം A+ കിട്ടും. A+ അല്ല പ്രധാനം, സബ്ജക്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ദെൻ വരുന്ന എൻട്രൻസ് എക്സാമിനേഷൻ മെയ് ലാസ്റ്റിലായിട്ട് എൻട്രൻസ് വരും. ആ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാനും IIT JEE മെഡിസിനും എല്ലാം എൻജിനീയറിങ്ങും എല്ലാം നല്ല നിലയിലേക്ക് ഹൈ റാങ്ക് ഒക്കെ കിട്ടാൻ CET പോലെയൊക്കെ ടോപ്പ് റാങ്ക് കിട്ടാനുമുള്ള ഈ ഷോർട്ട് ഡ്യൂറേഷനുള്ള വർക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. റിവൈസ് ചെയ്യുക, കീ പോയിന്റുകൾ എഴുതി വയ്ക്കുക, റിവൈസ് ചെയ്യുക, പുതിയ പാഠം എടുക്കുക, 10 ദിവസം കൊണ്ട് ഫുൾ തീർക്കുക, ഒന്നേന്ന് തുടങ്ങുക. ഇതിനാൽ പഠിക്കുന്ന കുട്ടി പഠിക്കാനായി തന്നെ ഇരിക്കുക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ ചോദിക്കും അത് TV കാണണ്ടേ? വേണം. ഇടയ്ക്ക് റിലാക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാംസ് കാണാം. പക്ഷേ ഇഷ്ടപ്പെട്ട പ്രോഗ്രാംസ് കാണാനിരിക്കുമ്പോഴും മനസ്സ് ആ പ്രോഗ്രാമുകളിൽ ഉടക്കിപ്പോയാൽ പഠനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെറിയ വിഷയമുണ്ടാകും. കാണുക, കുറച്ച് കളിക്കുക, കുറച്ച് സെലിബ്രേറ്റ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ അത് കാണുമ്പോഴും നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ പഠനത്തിൻ്റെ ഏതാണോ നേടിയെടുക്കേണ്ടത് അത് തന്നെയായിരിക്കണം. ഇനി ഞാൻ എൻ്റെ രണ്ടാമത്തെ രഹസ്യം പറയുന്നു. ഞാൻ ഇത്രയും ഡിഗ്രി എടുത്തു അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എത്തിയെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു MBBS ഡോക്ടർ ആവുക എന്ന് പറയുന്നത്. പിന്നെ ഒരു ആഗ്രഹമായിരുന്നു ജഡ്ജി ആകുക എന്ന് പറയുന്നത്. എനിക്ക് LLB കഴിഞ്ഞ് LLBയുടെ എൻട്രൻസ് എനിക്ക് കിട്ടിയതാണ്. എനിക്ക് LLBക്ക് മെറിറ്റിൽ തന്നെ 16ാമതായി ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട് മെമ്മോ കിട്ടിയ കാർഡ് എൻ്റെ കയ്യിലുണ്ട്. അമ്മ എന്നെ വിടാത്തതുകൊണ്ടാണ്. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ജഡ്ജി ആവുക എന്നുള്ളതാണ്. വക്കീലല്ലായിരുന്നു, ഹൈക്കോടതി ജഡ്ജി ആയിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഹൈക്കോടതിയിൽ എത്തിയേനെ. അപ്പോൾ അത് പറ്റിയില്ല. കാരണം ഞാൻ പണ്ടും കള്ളം പറയുന്നത് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ അമ്മ പറയുന്നത് ഈ കള്ളം പറയാത്തതുകൊണ്ട് അതിൽ പോയാൽ ശരിയാവത്തില്ല എന്ന്. എന്തായാലും സാരമില്ല, അത് പോയി. പിന്നെ പൈലറ്റ് ആവണമെന്നായിരുന്നു. അതൊക്കെ ലക്ഷങ്ങളും കോടികളും വേണം, നടക്കത്തില്ല. പക്ഷേ ഞാനത് പറയാൻ കാരണം എൻ്റെ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം ഏതാണോ അതിനനുസരിച്ചുള്ള സിനിമയും അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസും കൂടെ കാണുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ മനസ്സിന് കുറച്ചുകൂടെ അത് പവർഫുള്ളാക്കി മാറ്റാനായിട്ട് അത് കഴിയും. ഇപ്പം സിവിൽ സർവീസ് നേടണമെന്ന ആഗ്രഹമുള്ള കുട്ടിക്ക് മമ്മൂക്കായുടെ ദി കിങ് എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കതിന് പവർ കിട്ടും. അതാണ് ഇപ്പോൾ IPS എടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു കുട്ടി സുരേഷ് ഗോപി ചേട്ടൻ്റെ കമ്മീഷണർ എന്ന് പറയുന്ന സിനിമ IPSൻ്റെ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന് പറയുന്ന ലാലേട്ടൻ്റെ IPSൻ്റെ ആ ഒരെണ്ണമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന IPS എടുക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടിക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടാം, ആ വേഷം ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലത്തിൽ നമുക്ക് ആരാണോ ആവണം എന്ന ആഗ്രഹം അത് മനസ്സിനകത്ത് ഉറപ്പിച്ചു കഴിഞ്ഞ് നിരന്തരം അത് നേടിയെടുക്കുമെന്ന് ചിന്തിക്കുകയും അതെനിക്ക് കിട്ടും എന്ന ആഗ്രഹം വെച്ചുകൊണ്ടിരുന്നാൽ മറ്റൊരു ശക്തി അവിടെ പ്രവർത്തിക്കും. അതിൻ്റെ പേരാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുദേവൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, നിനക്കൊരല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് പോയി കടലിൽ പോയി വീഴട്ടെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മരം മൂടോടെ പിഴുത് അവിടെ പോയി വീഴട്ടെ എന്ന് പറഞ്ഞാൽ അതവിടെ പോയി വീണിരിക്കും എന്ന് പറഞ്ഞാൽ ഉടനെ ചിലർ ചോദിക്കും, മരം പോവുമോ, കടൽ പോവുമോ? അവിടെ കടലും മരമൊന്നും പോകത്തില്ല. ഈ മല ഇവിടെ നിന്നിറങ്ങി കടലിൽ പോയി വീഴില്ല എന്നുള്ള കാര്യം യേശുദേവനും അറിയാം, ശിഷ്യന്മാർക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷേ യേശുദേവനെ പോലെ ഉള്ള ദൈവപുത്രന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ ഒരെണ്ണം പറയുമ്പോൾ അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന തത്വമാണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി നമ്മളോട് പറഞ്ഞു തന്നത്, ഖുർആൻ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി അത് ജീവിതത്തിൽ ക്രമപ്പെടുത്താത്തവർ ഭാരം ചുമക്കുന്ന കഴുതയെ പോലെ മാത്രമായിരിക്കുമോ. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നത്, തത്വം മനസ്സിലാക്കി വേണം പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും.
അപ്പം യേശുദേവൻ പറഞ്ഞ ഈ മല പോയി അവിടെ വീഴുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മല സിവിൽ സർവീസ് ആണെങ്കിൽ, മല IIT ആണെങ്കിൽ, മല MBBS ആണെങ്കിൽ, മല +2 ഫുൾ A+ ആണെങ്കിൽ, മല എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൻ്റെ 10 A+ ആണെങ്കിൽ, നിനക്കല്പമെങ്കിലും വിശ്വാസം നിന്നിലുണ്ടെങ്കിൽ, നിനക്കല്പമെങ്കിലും ഉറച്ച വിശ്വാസം ദൈവത്തിലുണ്ടെങ്കിൽ, കൂടെ നിനക്ക് ജ്ഞാനവും കൂടെ ഉണ്ടെങ്കിൽ, ഒരു ഡിവൈൻ നോളജും കൂടെ ഉണ്ടെങ്കിൽ, നീ അത് നേടിയെടുക്കും എന്ന് ഉറച്ചു മനസ്സിനെ ഉറപ്പിച്ചാൽ നിനക്കത് നേടിയെടുക്കാൻ ഗീത പറയുന്നു, കൃഷ്ണൻ പറയുന്നു, മനസ്സ് അതിനുള്ള വഴികൾ ഒരുക്കിത്തരും. നിന്റെ ബുദ്ധിയിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷ്യം ഉറയ്ക്കുകയാണെങ്കിൽ നിന്റെ മനസ്സ് അത് നേടിയെടുക്കാനുള്ള വഴികൾ കാണിച്ചു തരുമെന്ന് ഭഗവത്ഗീത പറയും. അപ്പോൾ ഓർക്കുക, എന്ത് കിട്ടാനും ദൈവാനുഗ്രഹം കൂടെ വേണം. പക്ഷേ ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു, ദൈവം നാളെ രാവിലെ ഉറങ്ങി എണീക്കുമ്പം ഒന്നും പൊതിഞ്ഞു കെട്ടി കൈ കൊണ്ട് തരില്ല. ലോട്ടറി ടിക്കറ്റ് എടുത്ത് ചിലപ്പോൾ അടിക്കുമായിരിക്കാം, അത് വളരെ കുറച്ച് പേർക്ക്. പക്ഷേ രാവിലെ ഒരു ഷർട്ടും പാൻസും ഇട്ട് ദൈവം നമ്മുടെ വീട്ടിൻ്റെ ഗേറ്റ് കടന്ന് ഇന്ന് MBBS, ഇന്ന് MD എന്ന് പറഞ്ഞോ IAS എന്ന് പറഞ്ഞൊന്നും കൊണ്ടു തരത്തില്ല. പിന്നെ എന്താ സംഭവിക്കുക? നമ്മൾ അത് നേടിയെടുക്കാനായി പരിശ്രമിക്കുകയും നമ്മളിൽ നീതിബോധവും ജ്ഞാനവും ഉണ്ടെങ്കിൽ അതിനുള്ള വേദികളും അവസരങ്ങളും വഴികളും ദൈവം തുറന്നു തരും. ആ തുറക്കുന്ന വഴിയിലൂടെ നമ്മൾ നേരെ അതിലേക്ക് എത്തണം. ദൈവം തുറന്നു തരുന്ന വഴിയിൽ നമ്മൾ എത്തണം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ദൈവം എനിക്കിപ്പം ഏറ്റവും ലേറ്റസ്റ്റായിട്ട് തുറന്നു തന്ന വഴിയാണ് ബിഗ് ബോസിൻ്റെ വഴി. ഈ ബിഗ് ബോസിൻ്റെ വഴി ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലാണ് തുറന്നു തന്നത്. ഏഷ്യാനെറ്റിൻ്റെ ചാനലിലെ പ്രവീൺ എന്ന് പറയുന്ന സാറ് എന്നെ ആ പ്രോഗ്രാമിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, നോ സാർ, എനിക്ക് താല്പര്യമില്ല, ഞാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. വീണ്ടും അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറിനെ കുറിച്ചുള്ള കുറേ പേരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറാൻ ഈ ഫീൽഡ്, ഈ പ്ലാറ്റ്ഫോം ഒരുപാട് ഉപകാരപ്പെടും. സാറ് യഥാർത്ഥത്തിലെ നന്മ എന്താണ്, സാറിൻ്റെ പ്രവൃത്തി എന്താണ്, സാർ ആരാണെന്ന് സാറിന് ലോകത്തിനോട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വേദിയാണ്. സാറിന് താല്പര്യമുണ്ടെങ്കിൽ 4-5 ഇൻ്റർവ്യൂകളുണ്ട്, ഈ ഇൻ്റർവ്യൂകളൊക്കെ കടക്കണം, അതിലേക്ക് സാറിന് ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കാൻ സാറിന് വരാം. അങ്ങനെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയായ കശ്മീര എന്ന് പറയുന്ന കുട്ടിയോടാണ്, എൻ്റെ കുട്ടികൾ എന്നെക്കാൾ മിടുക്കരാണ്, അതുകൊണ്ട് എൻ്റെ ചില ഡൗട്ട് ഞാൻ കുട്ടികളോടാണ് ചോദിക്കുക. കശ്മീരോടാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ട്, പോണോ? ആദ്യം കശ്മീര നോ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നെ തെളിയിക്കാനും ഞാൻ എന്താണെന്ന് അടിസ്ഥാനപരമായി കാണിക്കാനും ഞാൻ അറിഞ്ഞ സത്യങ്ങൾ വിളിച്ചു പറയാനും ആ വേദിയിൽ പോയാൽ ഗുണമല്ലേ? അപ്പം കുട്ടി സമ്മതിച്ചു. അങ്ങനെയാണ് പോയത്. അപ്പം ദൈവം ഏഷ്യാനെറ്റിൻ്റെ വാതിൽ ബിഗ് ബോസിൻ്റെ രൂപത്തിൽ എനിക്ക് തുറന്നു തന്നു. പക്ഷെ ആ വാതിലിലൂടെ ഞാൻ നടന്ന് കയറാതെ, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് കുറ്റവും പറഞ്ഞ് തോന്നിയതും പറഞ്ഞുകൊണ്ട് ഞാൻ മാറിപ്പോയിരുന്നുവെങ്കിൽ എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റില്ലായിരുന്നു. എത്തിച്ചേർന്നതിന് ശേഷം പിന്നെ ഞാൻ അറിയേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പം ദൈവത്തിൻ്റെ കയ്യിലെ, ഈ അദൃശ്യനായ ശക്തിയുടെ കയ്യിലെ ഒരു കരുവായി അദ്ദേഹത്തിന് പ്രവർത്തിപ്പിക്കാൻ തക്ക രീതിയിൽ നമ്മൾ നിന്നുകൊടുത്താൽ ഉറപ്പായും ദൈവിക ശക്തി എന്ന ഈ പ്രപഞ്ചശക്തി നമ്മളെക്കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നിന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഇവിടെ 2 വഴിയുണ്ട്. നമുക്ക് നമ്മുടെ വഴിയെ വേണമെങ്കിലും പോകാം, ദൈവത്തിൻ്റെ വഴിയെ വേണമെങ്കിലും പോകാം. നമ്മുടെ വഴിയെ പോകാം, ആരും തടയില്ല. എൻ്റെ റൂൾ, എൻ്റെ ശരീരം, എൻ്റെ റൂൾസ്, എനിക്കിഷ്ടമുള്ള പോലെ പോകും. ആര് ചോദിച്ചാൽ എനിക്കെന്താ, എൻ്റെ ഇഷ്ടം, അത് ഞാൻ തോന്നിയ പോലെ പോകും. നോ പ്രോബ്ലം. ഒരു ദൈവവും വന്ന് തടയില്ല, ഇഷ്ടം പോലെ പോകും. രണ്ടാമത്തെ വഴി ദൈവത്തിൻ്റെ വഴി, ദാറ്റ് മീൻസ് നന്മയുടെ വഴി, സേവനത്തിൻ്റെ വഴി, ജ്ഞാനത്തിൻ്റെ വഴി, ഡിവൈൻ നോളജിൻ്റെ വഴി, കരുണയുടെ വഴി, ആർദ്രതയുടെ വഴി, സഹനത്തിൻ്റെ വഴി, സഹായത്തിൻ്റെ വഴി, ഹൃദയത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ വഴി. ഇന്ന് ആ വഴിയെ ഞാൻ സഞ്ചരിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ആ വഴിയിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സഹോദരങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. യഥാർത്ഥം ഞാൻ വളരെ പുറകിലായിരുന്നു ആ വഴിയിൽ പ്രവേശിക്കുമ്പോൾ. അതിന് മുമ്പിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ആ വഴിയിലൂടെ ദൈവം നടത്തിച്ചു കൊണ്ട് 70 ദിവസം കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ആ വഴിയിൽ വളരെയേറെ മുന്നേറാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദൈവം ഒന്നും നമുക്ക് കൊണ്ട് തരില്ല, ദൈവത്തിൻ്റെ ഉള്ളത് നമ്മൾ പോയി വാങ്ങണം. അതിൻ്റെ അർത്ഥം ദൈവം വെട്ടിയ വഴി കണ്ടെത്താനും ആ വഴി തുറന്നു വരുന്നതിന്
നമ്മൾ കഠിനമായി പരിശ്രമിക്കുകയും വിശ്വസിക്കുകയും നന്നായി പ്രാർത്ഥിക്കുകയും ദെൻ ജ്ഞാനം വർദ്ധിപ്പിക്കുകയും നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും അന്യായം പ്രവർത്തിക്കില്ല എന്ന് ഉറപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ജ്ഞാനം നേടിയാൽ പിന്നെ അന്യായത്തിലേക്ക് പോകത്തില്ല. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ 10 A+ എടുക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല, നിസ്സാരമാണ്. മനസ്സുണ്ടായാൽ മതി. അത് മനസ്സിലിരുന്ന് ബേൺ ചെയ്യണം. ഒരു ഇൻറ്റൻസീവ് ബേണിംഗ് ഡിസയർ എന്ന് പറയും. ആ ഇൻറ്റൻസീവ് ബേണിംഗ് ഡിസയർ നമ്മുടെ മനസ്സിലിരുന്ന് ബേൺ ചെയ്താൽ ഉറപ്പായും നമുക്കത് നേടിയെടുക്കാൻ പറ്റും. എന്തും നേടിയെടുക്കാൻ പറ്റും. എന്ത് വിജയങ്ങളും നേടിയെടുക്കാൻ പറ്റും. ഏത് പ്രായത്തിലും നേടിയെടുക്കാൻ പറ്റും. ഏത് പ്രായത്തിലും നേടിയെടുക്കാൻ പറ്റും, ഉറപ്പ്. ഇനി പ്രായമുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ സീനിയേഴ്സിന് സിവിൽ സർവീസും PSC ടെസ്റ്റും ഒക്കെ നേടിയെടുക്കാനുള്ള ഒരു ചർച്ചയായിട്ട് വരാൻ പറ്റിയാൽ നോക്കാം. സമയമായി വരുന്നു. ഇപ്പം കുറേ പേർക്കറിയാം, എൻ്റെ ഒരു സഹായത്തിന് വേണ്ടി എൻ്റെ വീട്ടിൻ്റെ തന്നെ അടുത്തുള്ള BTech കഴിഞ്ഞ ഒരു മിടുക്കനായ പയ്യൻ എന്ന് ഞാൻ പറയില്ല, മിടുക്കനാണ്, പക്ഷേ പുള്ളിക്ക് കുറച്ച് പേടിയുണ്ട്, മനസ്സിന് കുറേ പേടിയുണ്ട്. അപ്പോൾ പേടിയില്ലാത്ത ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് പേടിയുള്ള ആളിനെ എടുത്ത് അവനെ പേടിയില്ലാതാക്കി സ്ട്രോങ് ആക്കി മാറ്റിയെടുത്താൽ അതും എനിക്കൊരു പ്ലസ് പോയിൻ്റ് ആണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരാളിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ജിതേഷ്, ബാ. ഇതാണ് ജിതേഷ്. ഇദ്ദേഹമാണ് എൻ്റെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് തരുന്നത്. BTech കഴിഞ്ഞ കുട്ടിയാണ്, മിടുക്കനാണ്. പല അഡ്മിന്മാരും പല ഗ്രൂപ്പിലെ ആൾക്കാരും ഒക്കെ ജിതേഷ് ജിതേഷ് എന്ന് കേൾക്കും. ഇതാണ് ജിതേഷ്. അപ്പോൾ എൻ്റെ ഒരു അസിസ്റ്റൻ്റ്, അദ്ദേഹം അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉഗ്രം മീൻകറിയാണ് വയ്ക്കുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ നാക്ക് വരെ ഇറങ്ങിപ്പോവും. ഒരുപക്ഷെ ആ വീട്ടിൽ പോയി കഴിച്ചതുകൊണ്ടാകും ജിതേഷിനെ എനിക്ക് ക്ഷണിച്ചുകൊണ്ട് വരേണ്ടി വന്നത്. ഓക്കെ ജിതേഷ്. അപ്പോൾ ജിതേഷിന് പേടിയാണ്. ജിതേഷിനുള്ള സംഭവം കുറച്ച് പേടിയാണ്. പേടി മാറാൻ പേടിയെ നമ്മൾ നേരിടുക തന്നെ വേണം. എന്താണോ നമുക്ക് പേടി, ആ പേടിയെ നമ്മൾ നേരിടുക. പേടിയിൽ നിന്ന് നമ്മൾ ഓടിപ്പോവാൻ നോക്കിയാൽ അങ്ങനെ തന്നെ നമ്മൾ പേടിയിലിരിക്കും. എനിക്ക് ആദ്യം പരീക്ഷ എഴുതാൻ പേടിയായിരുന്നു. ഏകദേശം 125ഓളം യൂണിവേഴ്സിറ്റി പരീക്ഷാ പേപ്പറുകൾ ഞാൻ എഴുതിയിട്ടുണ്ടാകും. ഓരോ പേപ്പർ, ഓരോന്നിനും നമുക്ക് 8 പേപ്പർ 10 പേപ്പർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലതിനും കുറേ പേപ്പറുകളുണ്ടല്ലോ. അപ്പോൾ ഏകദേശം 125ഓളം, 100-ലധികം 125ഓളം യൂണിവേഴ്സിറ്റി പരീക്ഷാ പേപ്പറുകൾ, പരീക്ഷാ ദിവസങ്ങൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എഴുതി. അങ്ങനെ എഴുതിയ പ്രാക്ടീസ്. അതാണ് ഗീതാ തത്വം പറയുന്നത്. എന്താണോ ബുദ്ധിയിൽ ഉറയ്ക്കുന്നത്, നിങ്ങളുടെ ബുദ്ധിയിൽ ഉറയ്ക്കുന്നത് IIT ആണെങ്കിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ ഉറയ്ക്കുന്നത് ജഡ്ജി ആണെങ്കിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ ഉറയ്ക്കുന്നത് നന്മയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, ദെൻ അതിലേക്ക് എത്തിച്ചേരാൻ മനസ്സ് വഴി തുറന്നു തരും. പക്ഷെ ഓർക്കുക, ആ സമയം നമ്മളെ വഴിതെറ്റിപ്പിക്കാൻ കുറച്ച് പ്രലോഭകർ നമുക്ക് ചുറ്റും ഉണ്ടാകും. ഏതിനെ പോലെ എന്ന് പറഞ്ഞാൽ യേശുദേവനെ പരീക്ഷിക്കാൻ പിശാച് വന്നതുപോലെ കുറച്ച് പ്രലോഭകർ എപ്പോഴും നമ്മുടെ ചുറ്റും ഉണ്ടാകും. അവരൊരുപാട് പേരുണ്ടാകില്ല, വളരെ കുറച്ച് പേരെ ഉണ്ടാകൂ. കുറച്ച് പേർ പ്രലോഭകരായിട്ട് നമ്മുടെ ഇടയിലുണ്ടാകും. ഈ പ്രലോഭകരെ നമ്മൾ തിരിച്ചറിയണം. പ്രലോഭനം പല രീതിയിൽ വരാം കേട്ടോ, അതിലോട്ട് ഞാൻ ഇപ്പം കടക്കുന്നില്ല, അത് പിന്നെ ഒരവസരത്തിൽ. എനിവേ, ഈ ലക്ഷ്യം നേടാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം തന്നെ DRK ആർമിയിൽ കഴക്കൂട്ടത്തുനിന്നുള്ള ഒരു സീനിയറായിട്ടുള്ള നഴ്സുണ്ട്, സുധ അല്ലേ, സുധയല്ലേ, സുധ ജോണി. ഞാൻ ആക്ച്വലി ഇത് വരാനിരുന്നതല്ല, ഈ ലൈവിൽ വരാനിരുന്നതല്ല. സംസ്ഥാനത്തിൽ മെയിനായിട്ടുള്ള DRK ആർമികളിൽ കുറേ പേരുണ്ട്, കുറേ വ്യക്തികളെ എനിക്കിഷ്ടമാണ്. അതിൽ എൻ്റെ കൂടെയുള്ള ഷിയാസ് കരീം എന്ന് പറയുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പയ്യനാണ്. വളരെ മിടുക്കനാണ്, സ്മാർട്ടാണ്. ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. അതുപോലെ പരീക്കുട്ടി എന്ന് പറയുന്നത് ആദ്യമൊക്കെ കുറച്ച് നമ്മുടെ ബിഗ് ബോസിൽ കുറച്ച് അവർ മറ്റ് വഴിയിൽ പോയെങ്കിലും പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം പരീക്കുട്ടി എന്നെ അറിഞ്ഞു, അത് മനസ്സിലാക്കി. നല്ല മനസ്സുള്ള പയ്യനാണ്. എയർപോർട്ടിൽ വന്നപ്പോഴും പരീക്കുട്ടി സ്വയം എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഒറ്റയ്ക്ക് വന്നതാണ്. ആൾ കണ്ടിട്ട് പരീക്കുട്ടി എന്നെ ബോധം കെട്ടുപോയി എന്നാണ്. പക്ഷേ പരീക്കുട്ടിയും പാവം ആ കേസിലൊക്കെ പെട്ടുപോയി. അത് ദൈവം നോക്കിക്കൊള്ളും. നന്മയുള്ള നേതാക്കളും ഗവൺമെൻറ്റും അല്ലെങ്കിൽ പോലീസും ഒക്കെ അത് നോക്കിക്കൊള്ളും. നന്മയുള്ള ധാരാളം പേരുണ്ട്. അപ്പോൾ പരീക്കുട്ടി ഇന്നലെ വിളിച്ച് അത് പറഞ്ഞു. അപ്പം ഈ പരീക്കുട്ടി അതിനുശേഷം പരീക്കുട്ടി എന്നോട് ഭയങ്കര സ്നേഹമാണ് പരീക്കുട്ടി. പക്ഷേ പരീക്കുട്ടിക്ക് എന്നോടുള്ള സ്നേഹം തുടങ്ങിയപ്പോൾ പരീക്കുട്ടി ഔട്ടായിപ്പോയി. കാരണം പരീക്കുട്ടിക്ക് എന്നോടൊപ്പം നിൽക്കാനോ എനിക്ക് പരീക്കുട്ടിയോടൊപ്പം കൂടാനോ ഭാഗ്യം കിട്ടിയില്ല. ഈ ചിലരുടെ അവസ്ഥ ഇങ്ങനെയാണ്. സമയം എല്ലാം ആയി വരുമ്പോൾ ആൾ കാഞ്ഞു പോവും, അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെട്ടു പോവും, അല്ലെങ്കിൽ സമയം കഴിഞ്ഞു പോയിരിക്കും. മക്കളെ, എല്ലാം റെഡിയായി വരുമ്പോൾ സമയം കഴിഞ്ഞു പോയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എന്തിനും നേരത്തെ തയ്യാറെടുക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. നേരത്തെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ചിലപ്പോൾ സമയം ദൈവം നേരത്തെ തന്നെ റെഡിയാക്കി തരും.
കാരണം പരീക്കുട്ടിയുടെ പുറകെ തന്നെ സിഗരറ്റ് വലിക്കുന്നതിനൊക്കെ അറിയാമല്ലോ, ഞാൻ നോ പറഞ്ഞ് തീപ്പെട്ടി ഇഷ്യൂ വരെ ഞാൻ ബ്ലോക്ക് ചെയ്യിപ്പിച്ചതാണ്. പക്ഷേ അപ്പോഴൊന്നും പലരും അത് മനസ്സിലാക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ പരീക്കുട്ടി എന്നോട് ഭയങ്കര സ്നേഹമാണ്. അത് പരീക്കുട്ടിയാണ് ആദ്യമായിട്ട് അനൗൺസ് ചെയ്തത് ലാലേട്ടനോട്, എൻ്റെ മുമ്പ് വെച്ചിട്ട് എല്ലാവരോടും അത് കണ്ടതാണ്. അപ്പോൾ പരീക്കുട്ടിയുണ്ട്. പിന്നെ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഒരുപാട് പ്രവർത്തിക്കുന്നവരുണ്ട്. കോട്ടയത്ത് വിപിൻ മോഹൻ. എനിക്ക് ഒരുപാട് പേരുടെ പേരറിയില്ല, എൻ്റെ തലയിൽ പേര് നിൽക്കില്ല. ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന പല കുട്ടികളുടെയും പേര് ഓർമ്മയുണ്ടാവില്ല. പിന്നെ എറണാകുളത്ത് നിന്ന് സൂര്യ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്. കൊല്ലത്ത് രാജീവ് എന്ന് പറഞ്ഞ പയ്യനുണ്ട്. പിന്നെ അമലുണ്ട്, ഗോകുലുണ്ട്, അങ്ങനെ ഒരുപാട്, അമൽ അമ്പലത്ര, ഒരു പല പേര് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ എന്താ കോഴിക്കോട് ജൂലിയ അല്ലേ, ജൂലിയാന, അങ്ങനെ ജൂലിയാനയുണ്ട്. അതിലിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കഴക്കൂട്ടത്തുള്ള ഒരു ഹോസ്പിറ്റലിലെ സിസ്റ്ററാണ്. ജനറൽ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്ത് സീനിയറായിട്ടുള്ള ഒരു സിസ്റ്ററാണ്. നല്ല സാമൂഹ്യ പ്രവർത്തന മനസ്സുള്ള സിസ്റ്ററാണ്. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ, സാർ ഈ സമയത്ത് സാറിന് കുട്ടികൾക്ക് ഒരു ലൈവ് പോയാൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഹൈസ്കൂളിലെ കുട്ടികൾക്ക്, +2 കുട്ടികൾക്ക് കുറച്ചൊരു പ്രചോദനമായിരിക്കും, പഠിക്കേണ്ട ഒരു ടിപ്സും കൂടെ കുറച്ച് ദിവസം കൊണ്ടുള്ളത് പറഞ്ഞു കൊടുക്കാനും കൂടെ പറഞ്ഞു. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊന്ന് വരാനുള്ള കാരണം. നന്ദിയോടെ ഞാൻ അവരെയൊക്കെ ഓർക്കുന്നു. ചിലരുടെ പേര് ചിലപ്പോൾ വിട്ടുപോകും, എൻ്റെ പ്രോബ്ലമാണ്, അതൊക്കെ എൻ്റെ പ്രോബ്ലമാണ്. കാരണം ഓർമ്മയെ നിൽക്കില്ല. എന്നാൽ ബൈബിളും ഖുർആനും ഗീതയൊന്നും എനിക്ക് വിട്ടുപോകത്തില്ല. പക്ഷേ വ്യക്തികളുടെ പേര് വിട്ടുപോകും. അതുകൊണ്ട് ആരുടെയെങ്കിലും പേര് വിട്ടാൽ സോറി, ഞാൻ വീണ്ടും ഓർക്കും. അപ്പോൾ പുതിയൊരു പരിപാടിയുമായി ഞാൻ വരുന്നുണ്ട്. പഠിക്കാൻ സമൂഹത്തിൽ മിടുക്കരായ, ഏറ്റവും മിടുക്കരായ, എന്നാൽ സാമ്പത്തിക സഹായം ഇല്ലാത്ത 10ാം ക്ലാസ്സിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് വാങ്ങിക്കുന്ന ഒരു ക്ലൂ ഞാൻ തരികയാണ്. +1 പഠിക്കാൻ അഡ്മിഷൻ കിട്ടുന്ന സിംഗിൾ പാരൻ്റ് ചൈൽഡ്. ഞാൻ അങ്ങനെയാണ് വളർന്നു കയറിയെന്ന്. ഞാൻ അമ്മ വളർത്തിയ മകനാണ്. അപ്പോൾ അമ്മ ഓർ അച്ഛൻ, അതിന് ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കും. അങ്ങനെയുള്ള അതിൽ ഏറ്റവും BPLലുള്ള എന്ന് വെച്ചാൽ യഥാർത്ഥ ആരും സഹായിക്കാൻ ഇല്ലാത്ത വ്യക്തിയെ സഹായിക്കുന്നതാണ് പുണ്യം. കാരണം ചിലർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടാവും, ചിലർക്ക് വേറെ ഒരുപാട് സ്കീമുകളിലൂടെയൊക്കെ കിട്ടും. നമ്മുടെ നാട്ടിൽ പലരും സഹായിക്കുന്നുണ്ട്. പക്ഷേ പല ഇതിലും സഹായമില്ലാത്ത BPL കാറ്റഗറിയിൽ ഒക്കെ വരാൻ സാധ്യതയുള്ള ഏറ്റവും അർഹതയുള്ള ഒരു 25-50 കുട്ടികൾക്ക് +1 പഠിക്കാനായിട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. ആദ്യത്തെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, കാരണം എൻ്റെ പോക്കറ്റിൽ നിന്നാണ്. എൻ്റെ ശമ്പളം ഈ മാസം വരാനുണ്ട്, വേറെ ഒരു സമ്പത്തുമില്ല, വന്ന പലതുമൊക്കെ മിസ്സിങ് ആണ്. അപ്പോൾ അതിൽ നിന്ന് 50,000 രൂപയുടെ ക്യാഷ് അവാർഡ് തന്നെയാണ്. ദാറ്റ് മീൻസ് 25 കുട്ടികളെ ഉള്ളുവെങ്കിൽ 2,000 വെച്ച് അവർക്ക് +1 പുസ്തകങ്ങൾ വാങ്ങാനും, അല്ല 50 കുട്ടികളുണ്ടെങ്കിൽ 1000 രൂപ വെച്ച് അത് കൊടുത്തിട്ട് അവർക്ക് +1 പുസ്തകങ്ങൾ വാങ്ങാനും സർട്ടിഫിക്കറ്റും മെഡലുമായിട്ട് ഒരു 25/50 അച്ഛൻ ഓർ അമ്മ, ആ ഒരു കാറ്റഗറി മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം കൂടെ എടുത്താൽ നമുക്കൊന്നും നടക്കാതെ വരും, അത്രയ്ക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഏറ്റവും ക്രീമായിട്ടുള്ള ഒരു കുട്ടി. എനിവേ 50,000 രൂപയുടെ ക്യാഷ് അവാർഡ് തിരുവനന്തപുരം ജില്ലയിൽ ഈ വരാൻ പോകുന്ന അക്കാഡമിക് ഇയർ ജൂൺ ജൂലൈയിൽ അത് DRK ആർമിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ കണ്ടെത്തി സ്കൂളുകളിൽ നിന്ന് ഒരു അത്രയും എലിജിബിളായ കുട്ടിക്ക് 50,000 രൂപയുടെ ക്യാഷ് അവാർഡ്. ആരിൽ നിന്നും പിരിവില്ല, എൻ്റെ സ്വന്തം ശമ്പളത്തിൽ നിന്ന്. അത് എൻ്റെ ശമ്പളത്തിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അത് എനിക്ക് ആഹാരവും മരുന്നും വാങ്ങിക്കാനുള്ള ബാലൻസ് വരുന്ന സംഗതിയാണ്. കാരണം വേറെ എക്സ്ട്രാ പണിയൊന്നും ഇപ്പം വന്നിട്ടില്ല, വെറുതെ വീട്ടിൽ ഇരിക്കുകയല്ലേ 2 മാസം കൊണ്ട്. എന്നാലും ഒരു കാര്യം കൂടെ പുതിയതായി ചെയ്യണം എന്നുള്ളത് കൊണ്ട് ജൂൺ ജൂലൈയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയിൽ നടത്തുക എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് വിജയിക്കുകയാണെങ്കിൽ 14 ജില്ലയിലേക്കും പോകും. അപ്പോൾ 7 ലക്ഷം രൂപയോളം വേണ്ടി വരും. അപ്പോൾ 1 ലക്ഷം രൂപയാണെങ്കിൽ 14 ലക്ഷം രൂപ വേണ്ടി വരും. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ആദ്യം എൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയിൽ ഒരു 10, 25 അല്ലെങ്കിൽ 50 കുട്ടികളെ എങ്ങനെ സഹായിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഉറപ്പിച്ചിട്ടില്ല. ഡോക്ടർ അജിത് ഫൗണ്ടേഷൻ എന്ന് എൻ്റെ ഫൗണ്ടേഷൻ്റെ നോ പിരിവൊന്നും ഇപ്പം ഇല്ല, അതൊന്നും ആയിട്ടില്ല. വലിയ പരിപാടിയിലേക്ക് പോകുമ്പോൾ ചിലപ്പം നന്മയുള്ള മനസ്സുള്ള ആരുടെയെങ്കിലുമൊക്കെ സഹായങ്ങളും കൂടെ മേടിക്കേണ്ടി വരും. എന്തായാലും എൻ്റെ ലൈഫ് സമൂഹത്തിന്, സാമൂഹിക സേവനത്തിനും, പഠിക്കാൻ മിടുക്കരായ, ഞാൻ വിദ്യാഭ്യാസ മേഖലയാണ്, എല്ലായിടത്തും കൂടെ കൈയിട്ട് നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല. ആരോഗ്യം, ആശുപത്രി, വീട് കെട്ടൽ, മറ്റ് അതെല്ലാം കൂടെ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള വേറെ ഒരുപാട് പേരുണ്ടാവും. ഞാൻ 2 ഏരിയ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. DRK ആർമിയിലെ കുട്ടികൾക്കൂടെ അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ ഫാൻസ് ലൈനിലെ കുട്ടികളോട് ഇറക്കിയ എല്ലാ മേഖലയിലും നമ്മൾ കൈയിട്ടാണ്ടല്ലോ കടലിൽ കായം കലക്കി കണക്കിരിക്കും, ഒന്നും വെക്കില്ല. പഠിക്കാൻ മിടുക്കരായ എലിജിബിളായിട്ടുള്ള കുട്ടികൾ, അവരുടെ പഠനത്തിന് സഹായിക്കാൻ പറ്റുന്ന ആ സഹായം, അതിലേക്കാണ് ഒന്നാമത് ഫോക്കസ് ചെയ്യുന്നത്. 2,
വൃദ്ധസദനങ്ങൾ, എൻ്റെ അമ്മയുൾപ്പെട്ട്, അത് അമ്മുമ്മ അപ്പൂപ്പന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാതാപിതാക്കൾ, ഈ 2 ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പ്ലസ് അഡീഷണലായിട്ട് അത്രയും അർഹരായ ഏതെങ്കിലും കുട്ടികളുടെ എന്തെങ്കിലും രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്, അത് ഞാൻ നേരിട്ടല്ല ചെയ്യുക, എല്ലാം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജില്ലാതലത്തിലുള്ള DRK മെമ്പേഴ്സിലൂടെ അല്ലെങ്കിൽ അതിലുള്ള സാമൂഹ്യ സത്യസന്ധതയും ആത്മാർത്ഥതയും നിസ്വാർത്ഥ സേവനവും കാഴ്ചവെക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ സുധ, അതുപോലെ തന്നെ രാജീവ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ആൾക്കാരിലൂടെ, ആ നന്മയുള്ള കുട്ടികളിലൂടെ കുറച്ചുപേരെ കണ്ടെത്തുക, അവരിലൂടെ അത് അവിടെ ആ കുട്ടികൾക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സംസ്ഥാനതല ജില്ലാതല വലിയ പരിപാടി അങ്ങനെ അതിനോടൊന്നും എനിക്ക് അങ്ങനെ ആർഭാടമല്ല, അങ്ങനെയുള്ളതല്ല. പിന്നെ എന്ന് പറയുന്നത് ആർഭാടമല്ല, ഒരു നല്ല വീട് വേണം, വീടിൻ്റെ സെറ്റപ്പ് ചെയ്യണം, എനിക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു വണ്ടി എടുക്കണമെന്നുണ്ട്, കാരണം വീട് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് കാറാണ്. ജീവൻ്റെ എൻ്റെ സാൻഡ്രോ കാർ 14 വർഷം കൊണ്ട് ഓടുകയാണ്. അവൾ എന്നെയും ചെന്ന് കണ്ണൂർ മുതൽ ഇവിടം വരെ ഞാൻ ഒറ്റയടിക്ക് സ്ട്രെച്ച് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എൻ്റെ കാർ എൻ്റെ അനിയന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. അപ്പം ഇനിയൊരു എല്ലാം കൊണ്ടും ബലമുള്ള, കാരണം നമ്മുടെ സേഫ്റ്റി, നമ്മുടെ ആരോഗ്യം എല്ലാം വേണമല്ലോ. അപ്പം നമ്മളെ രണ്ടാമത്തെ വീടായ ഒരു നല്ലൊരു വാഹനം താമസിയാതെ എനിക്ക് സ്വയം തന്നെ എടുക്കണമെന്നുണ്ട്. അത് ലോണിട്ട് ഞാൻ എടുക്കും. അതൊന്നും മറ്റുള്ളവരെ ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ല, ഒക്കെ എൻ്റെ സ്വന്തം പേഴ്സണൽ കാര്യങ്ങളാണ്. അതിലേക്കൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ജീവിതം നന്നായി തന്നെ ജീവിക്കണം. പ്ലസ് നമുക്കുള്ള അഡീഷണൽ എമൗണ്ട് അഡീഷണലായിട്ട് എവിടെ നിന്നൊക്കെ കണ്ടെത്താൻ പറ്റുമോ അതും ഉപയോഗിച്ച് നാട്ടിൽ ഒരുപാട് പേരെ നമുക്ക് സഹായിക്കാൻ പറ്റണം. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കളെ, കുട്ടികളെ, സുന്ദരന്മാരെ, നിങ്ങളും പഠിച്ചുയർന്ന് നല്ല പൊസിഷനിലെത്തണം. മാതാപിതാക്കളെ നന്നായി നോക്കണം. നല്ല വരുമാനമുള്ള ജോലി കരസ്ഥമാക്കണം. പണം കിട്ടുമ്പോൾ ഒരു ഓഹരി സമൂഹത്തിൽ അർഹിക്കുന്ന പാവപ്പെട്ട വ്യക്തികളെ കൂടെ സഹായിക്കാൻ നോക്കണം കേട്ടോ. ഇതാണ് ഇന്ന് എനിക്കുള്ള സന്ദേശം. ഇനി ജസ്റ്റ് ഞാൻ ഓരോരുത്തരുടെ പേരൊന്ന് വായിക്കാം. ശ്രീജിത്ത്, ഐ ലവ് യു. ഹരി, രജിത്തേട്ട, റിമെമ്പർ. ഇന്ന് നെഗറ്റീവുകളൊന്നും വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാവരും സ്നേഹിക്കുന്നവരാണ്, സന്തോഷം. നെഗറ്റീവ് വന്നാലും നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതെന്ന് വിചാരിച്ചാൽ മതി. അപ്പം നമ്മൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഇയാൾ എന്ത് തേങ്ങ ഇങ്ങനെ വിളംബരം ചെയ്യുന്നത്? ഒരാൾ വന്നു, ഡിങ്കൻ്റെ ആൾ വന്നു. അയാളുടെ പേര് പറയാൻ പറ്റില്ല, ഇപ്പം നെഗറ്റീവ് വന്നതേ ഉള്ളൂ. ഡിങ്കൻ്റെ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കുറേ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാരണം നാളെ എൻ്റെ കയ്യിലൊരു പുതിയ കാറ് കാണുമ്പോഴത്തേക്ക് അയ്യോ കണ്ടോ വലിയ പുതിയ കാറ് പോയി അങ്ങനെ പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട്, ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകൻ തുറന്ന പുസ്തകമായിരിക്കണം. നേരത്തെ കുറ്റം പറഞ്ഞ ആളിന് കാണാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ നിന്ന് എണീച്ച് പോയാൽ പോരെ, എന്തിനാ പുള്ളി അവിടെ ഇരുന്ന് കാണാനായിട്ട് ഇരിക്കുന്നത്? അപ്പം ചില ഡിങ്കൻ്റെ ആൾക്കാർ എപ്പോഴും നമ്മുടെ ഇടയിലുണ്ടാകും. ചിത്ര, രജിത് സാർ, ഷെയർ യുവർ നോളജ് ആൾവേസ്, ദാറ്റ് വിൽ ക്രിയേറ്റ് മീ. ഓക്കെ. സെറീന, ലവ് യു. ദെൻ ബിനോജ്, ഓൾ ദി ബെസ്റ്റ് ഫ്രം ദുബായ്. ലിൽജി, റിയൽ വിന്നർ. രജിത്, ലളിത ഗോപാൽ, ഗോഡ് ബ്ലസ് യു. അതുല്യ, സ്മിത സാർ, ഒരിക്കലെങ്കിലും കാണാൻ ഉള്ള അവസരം തരണം. എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ലിജോ, റോബിൻ പലിയ. ദെൻ സിജോ സെബാസ്റ്റ്യൻ, ഐ ലവ് യു. സിജോ, ഓക്കെ മോനെ, ഐ ലവ് യു. ജോളി ജോൺ. ദെൻ ജോർജ് കോശി, ലവ് യു. ദെൻ ശ്രീജ, ഓക്കെ. മറ്റേ ആളിഞ്ഞ് വന്നെങ്കിൽ കൊള്ളായിരുന്നു, അയാൾ വന്നു, അത് മൊത്തം വായിക്കാൻ പറ്റിയില്ല. വിദ്യ, ഹായ് സാർ, ഹാപ്പി ടു സീ യു. ദെൻ ഹായ് സാർ, ഗോഡ് ബ്ലസ് യു. ലവ് യു സാർ, ഫുൾ സപ്പോർട്ട്, ഗോഡ് ബ്ലസ് യു. ഓൾ ഓഫ് അസ് ലവ് യു. ദെൻ ഗുഡ് ഡിസിഷൻ സാർ, ഗോഡ് ബ്ലസ് യു. ഓൾ ദി ബെസ്റ്റ്. കാരണം എൻ്റെ വാട്സാപ്പിൽ വരുന്നവർ പറയുന്നുണ്ട്, ഇതിൽ ആരൊക്കെയാണ് വാട്സാപ്പ് വായിക്കുന്നുണ്ട്, സാറേ നല്ലൊരു കാർ വാങ്ങണം, അതുപോലെ വീട് ചോരാതെ ഒന്ന് വാർക്കണം എന്ന്. തീർച്ചയായിട്ടും ആ രണ്ടും ഞാൻ മെയിനായി ചെയ്യും. അത് എനിക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ, ഞാൻ ചെയ്യും. പോസിറ്റീവ് എനർജിയാണ് സാർ നൽകുന്നത്. താങ്ക് യു. അൻസാദ്, അഷ്റഫ് അലി, അജയ് കുമാർ, ലേഖ, രഞ്ജിത്ത് ചേട്ടാ, ലവ് യു. താങ്ക് യു. പ്രീതി, ഉബൈദ്, ആരും തോൽക്കാതിരിക്കാൻ ശ്രമിക്കണം. വിനോദ്, ഹായ്. പ്രദീപ്, പ്രസൻ, താങ്ക് യു. ഇൻവൈറ്റ്. ദെൻ സുശീല, ഐ ലവ് യു. ടിനു, സർ, യു ആർ എ ഗ്രേറ്റ് പേഴ്സൺ. ടിനു ജെയ്സൺ. കവിത, സണ്ണി, താങ്ക് യു. പ്ലീസ് അറേഞ്ച് എ ഫേസ്ബുക്ക് ചാറ്റ് ഫോർ ടീച്ചേഴ്സ്. മഞ്ജു, അയ്യോ അതൊന്നും എൻ്റെ കയ്യിൽ വരുന്ന അല്ല മോളെ. മഞ്ജു ദേവൻ, ഐ ലവ് യു. ഗുഡ് വിഷസ്. സജി വർഗീസ്, കണ്ണൻ ജെനിസ്. ദെൻ സാലി ബാബു, റബിയത്തുൽ അബീദ, നസീർ അലി, രവി ചെറിപ്പടി, ഐസ, ബിഗ് ബോസ് ബിക്കോസ് ഓഫ് യു. ഓക്കെ സാർ, ഞാൻ ആദിത്യ ആണ് ചേർക്കൻ. ഓക്കെ, പേര് ഓക്കെ മോനെ ആദിത്യ, താങ്ക് യു. മനോജ്, ലവ് യു. നജി, റഹീം, രജിത്തേട്ട, ഓക്കെ. ആദർശ്, ദെൻ അഡ്വക്കേറ്റ് അമുള്ള. ദെൻ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കണമെന്ന് നേരത്തെ ജിതേഷിനോട് പറഞ്ഞിരുന്നു. കാര്യം ഇതാണ്, ഈ വീഡിയോ ഇപ്പം ലൈവിൽ FBയിൽ വന്ന വീഡിയോ എൻ്റെ ഏത് കുട്ടികൾക്ക്, ഏത് വ്യക്തികൾക്ക് വേണമെങ്കിലും യൂട്യൂബിലേക്ക് എൻ്റെ പെർമിഷൻ ഒന്നും വേണ്ട, നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടണമെന്നുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഇത് യൂട്യൂബിലോട്ടിട്ട് എന്തെങ്കിലും സമ്പത്ത് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അതിന് ധൈര്യമായിട്ട് ചെയ്യാം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പേജിൻ്റെ ഒറിജിനൽ ഇതാണ്. ലവ് യു. ഹെലി നാറ്റിങ്ങൽ, ശ്യാമള, ഷാൻ, ഓക്കെ. ശിവ കൃഷ്ണ, മുനവർ, ഫേറൂസ്,
ദെൻ വിനു മോൾ ദിലീപ്, ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദെൻ മഞ്ജു അജിത്ത്, ബിഗ് സേവിയർ, ഓക്കെ. എല്ലാവരും നല്ല കമൻറ്റുകൾ, സന്തോഷം. എല്ലാവരുടെയും നല്ല കമൻസിന് നന്ദിയുണ്ട്. പക്ഷേ എന്നാലും ഞാൻ നെഗറ്റീവ് കമൻസിന് ശ്രദ്ധിക്കും. കാരണം നെഗറ്റീവ് കമൻസ് എപ്പോഴും നമ്മുടെ ഗുണത്തിന് വേണ്ടിയുള്ളതാണ്. നേരത്തെ പോയ അദ്ദേഹം ഇയാൾ എന്താ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് ചോദിച്ചത് വേറൊന്നുമല്ല. അതുകൂടെ ഞാൻ പറഞ്ഞത് ചിലർ സജസ്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും വീടിൻ്റെ ചോർച്ച, എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന വീടാണ് ഫ്രണ്ട്. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ ചോർച്ച ഞാൻ മാറ്റും, ഉറപ്പായും ഞാൻ മാറ്റും. തീർച്ചയായും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വണ്ടിയുടെ കാര്യം, ഈ 2 ആഗ്രഹങ്ങൾ മാത്രമേ മെയിനായിട്ട് എൻ്റെ കയ്യിലുള്ളൂ. ബാക്കിയുള്ള ഒന്നുമില്ല. എന്തായാലും നന്നായി അടിക്കാം. ഒറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇന്ന് തീരുമാനിക്കുക, ഇന്ന് ഫിക്സ് ചെയ്യുക ആരാകണം എന്ന്. നിങ്ങൾ ആരാകണമെന്ന് ഇന്ന് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ അതിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ച ശക്തി മുഴുവൻ നിങ്ങളോടൊപ്പം നിൽക്കുകയും നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും കേട്ടോ. അതിന് യാതൊരു സംശയമില്ല. എന്നെ സപ്പോർട്ട് ചെയ്ത, എന്നെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി പ്രവർത്തിച്ച, എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് ഒരുപാട് കാലം നിങ്ങൾക്ക് ഒരുപാട് സർവീസ് ചെയ്യാൻ പറ്റുന്ന, ഇന്നലെ തന്നെ ആറ്റിങ്ങലിൽ എന്താ ഞാൻ പറഞ്ഞല്ലോ, ഒരു മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അത് ആ പയ്യനും DRK ആർമിയിലുള്ള പയ്യനാണ്. അതുപോലെ അതിൻ്റേതായിട്ടുള്ള സംഘാടകരിൽ ചിലർ നല്ല എന്ന് പറയുന്നതും DRKയിലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവർ തന്നെ അത് പിരിച്ചെടുത്ത് അവരുടെ ക്ലാസ്മേറ്റ്സ്, അതെന്ന് വെച്ചാൽ ചെയിൻ കമ്പ്യൂട്ടറിൻ്റെ സന്തോഷിനോടൊപ്പം പഠിച്ച കുറേ കൂട്ടുകാർ ഗൾഫിലും അവിടെ ഇവിടെയും പല സ്ഥലത്തുണ്ട്. ഈ പയ്യനും അനിലും ഒക്കെ അവരെല്ലാം ക്ലാസ്മേറ്റ്സാണ്. ആ ക്ലാസ്മേറ്റ്സുകളെല്ലാം കൂടെ ചേർന്ന് പിരിച്ചെടുത്ത പൈസകളാണ്. ആ ക്ലാസ്മേറ്റ്സ് ചിലർ DRK മെമ്പേഴ്സ് തന്നെയായിരുന്നു. അപ്പോൾ DRK മെമ്പറിലുള്ള ഒരു ആളിനുള്ള സഹായം തന്നെ അതിനകത്തേക്ക് ആ ക്ലാസ്മേറ്റ്സിലൂടെയൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു. അപ്പം അത് ഇന്നലെ അവരുടെ നേതൃത്വത്തിൽ അത് കാണാൻ പറ്റി. അല്ലെങ്കിൽ ആ ഒരു ക്യാഷ് അദ്ദേഹത്തിന് അനിൽ കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കത് കിട്ടി. അങ്ങനെ അപ്പോൾ നന്മയുള്ള ഒരുപാട് ആൾക്കാർ വളർന്നു ഉയർന്നു വരട്ടെ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. എന്നെ സപ്പോർട്ട് ചെയ്ത, എന്നെ സ്നേഹിച്ച, എന്നെ താങ്ങി നിർത്തുന്ന, പ്രോഗ്രാം കണ്ട, എനിക്ക് വേണ്ടി കരഞ്ഞ, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എന്നെ സ്നേഹിച്ച എല്ലാ വ്യക്തികൾക്കും, പിന്നെ എല്ലാവർക്കും ദൈവം എല്ലാ വർദ്ധിച്ച അനുഗ്രഹങ്ങളും എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും കൊടുക്കട്ടെ. ഒരു കാര്യം വീണ്ടും ഓർപ്പിക്കുന്നു, കൊറോണ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം, രോഗം പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, ഗവൺമെൻറ് പറയുന്ന എല്ലാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു ആരോഗ്യരംഗത്ത് ഇപ്പം വൻ വിപ്ലവമാണ് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ അവർകളും നമ്മുടെ പ്രിയങ്കരിയായ ശൈലജ ടീച്ചർ അവർകളും ഒക്കെ കൈവരിച്ചിരിക്കുന്ന നേട്ടം ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കുന്നു. ലോകത്തിന് തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ മാതൃകയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നന്മ നിറഞ്ഞ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.